Good evening. Good evening, everybody. ആത്മവിശ്വാസമാണ് വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കാനായിട്ടുള്ള താക്കോൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പലപ്പോഴും പല ലിസ്റ്റുകളിലും നമ്മൾ ഉൾപ്പെടാതെ ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടും ജോലി ലഭ്യമാകാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അവിടെയൊന്നും നമ്മൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു രീതിയല്ല വേണ്ടത്. നമ്മൾ പകരം അതെല്ലാം മായ്ച്ചുകൊണ്ട്, ആ തോൽവി എല്ലാം മറന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിലാണ് വിജയം ഉണ്ടാകുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ജീൻ പിയാഷെയുടെ തിയറി. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് ആ തിയറിയുടെ 3 ഭാഗങ്ങൾ, അതായത് അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അതിൽ ഒരു എലമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത എലമെൻറ്റിലേക്ക് നമുക്ക് കിടക്കണം. അതായത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റൽ തിയറിയുടെ 3 എലമെൻറ്റ്സ്, അതായത് സ്ട്രക്ചറൽ 3 എലമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിലൊരെണ്ണം സ്ട്രക്ചറൽ എലമെൻറ്റ്, സെക്കൻഡ് വൺ ഫങ്ഷണൽ എലമെൻറ്റ്, തേർഡ് വൺ ഡെവലപ്മെന്റൽ എലമെന്റ്. അങ്ങനെ 3 എലമെന്റുകളാണ് ആ തിയറിയിൽ നമ്മൾ പറഞ്ഞത്. അതിൽ സ്ട്രക്ചറൽ എലമെന്റിലാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ തിയറിയിൽ നമ്മൾ പറഞ്ഞു, according to this theory, the cognitive development as a process which occurs due to the biological maturation and interaction with the environment. environment അതുപോലെ തന്നെ ബയോളജിക്കൽ മെച്ചുറേഷനിലൂടെയുമാണ് എന്താർജിക്കുന്നത്, ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളർന്നു വരുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഈ സ്ട്രക്ചറൽ എലമെന്റിൽ സ്കീമകളുടെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞത്. സ്കീമാസ്. അപ്പൊ സ്ട്രക്ചറൽ യൂണിറ്റ് സ്കീമകളാണ്, അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് ഓരോരുത്തരിലും, എല്ലാ കുഞ്ഞുങ്ങളും പിറന്നു വീഴുമ്പോഴും നമ്മളിലും ഒക്കെ എന്താണ്, ധാരാളം കുഞ്ഞു സ്കീമകൾ ഉണ്ടാകുമെന്നാണ് ജീൻ പിയാഷെ പറഞ്ഞത്. അപ്പൊ ആ സ്കീമകൾ എന്ത് ചെയ്യുന്നു, കാലാകാലങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് വഴി എന്ത് പറയും, ഈ സ്കീമുകൾ കിട്ടുന്നുണ്ട്. ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് വഴി കിട്ടുന്നു, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ പിന്നെ എന്താ പറഞ്ഞത്, രണ്ടാമതായിട്ട് പറഞ്ഞത്, ഇവിടെ വന്നതിന് ശേഷം ഈ എൻവിയോൺമെന്റിന്റെ സ്വാധീനം കൊണ്ട് ഈ സ്കീമുകൾ ആ കുട്ടിയിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സ്കീമുകൾ ഈ കുട്ടിയിലുണ്ട്. ആ സ്കീമുകൾ കാലം തോറും എന്ത് ചെയ്യുവാണ്, ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ആ അറിവിന്റെ, നോളജിന്റെ ഇരിപ്പിടമാണ് എന്ത്, ഈ സ്കീമ എന്ന് പറയുന്നത്. നമ്മളിൽ എന്തൊക്കെ നോളജ് ഉണ്ടോ ആ നോളജുകളുടെ എല്ലാം ഇരിപ്പിടമാണ് ഈ സ്കീമ. അതുകൊണ്ടാണ് ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അമ്മ എന്ന് കുട്ടി പറയുന്നു, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ എയറോപ്ലെയിൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ കിളി എന്ന് പറയുന്നു. ഇതിനെല്ലാത്തിനും ഓരോരോ സ്കീമുകളാണ്. അങ്ങനെയുള്ള കുഞ്ഞു ധാരാളം സ്കീമുകൾ എന്നിലും നിങ്ങളിലും ഒക്കെ ജനിച്ചപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ ഈ പിയാഷെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്കീമുകളെ അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ദ നോളജ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി വൺ ആസ്പെക്ട് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് ഒബ്ജക്റ്റ്, ആക്ഷൻസ് ആൻഡ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്. അതായത് ഓരോ ഒബ്ജക്റ്റിന്, ഓരോരോ ആക്ഷനുകൾക്ക്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകൾക്ക്, ഇങ്ങനെയുള്ള എല്ലാത്തിനും എന്താണ്, ഓരോരോ കുഞ്ഞു ടൈനി യൂണിറ്റുകളുണ്ട്. അതാണ് ഈ സ്കീമ എന്ന് പറയുന്നത് എന്ന് പഠിച്ചു. ആ സ്കീമുകൾ നമ്മൾ
ജനിക്കുന്ന സമയത്ത് ഉള്ള സംഭവങ്ങളാണ്. അതെന്ത് ചെയ്യുന്നു, പിന്നെ വളരുവാണ് ചെയ്യുന്നത്. ജനിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ഇൻഹെറിറ്റൻസ് വഴി കിട്ടുന്നു, പിന്നെ എൻവിയോൺമെൻറ്റിൽ ഇതോടുകൂടി പിന്നെ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു കുട്ടി സക്ക് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ, കുട്ടി നമ്മളൊരു കൈ കുട്ടിയുടെ അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ആ കയ്യിൽ കയറി പിടിക്കുന്നു. ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തതല്ല, അത് തമ്പുരാൻ കൊടുത്ത് വിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഇൻഹെറിറ്റൻസ് വഴി കിട്ടി എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അമ്മ, അച്ഛൻ, ബേർഡ് എന്നൊക്കെ കുട്ടി പറയുന്നത് എന്താണ്, അത് എൻവിയോൺമെൻറ്റ് വഴി ആ കുട്ടിക്ക് കിട്ടിയതാണ്. അങ്ങനെ രണ്ട് രീതിയിൽ ആ സ്കീമുകൾ വളരുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത്, ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്, അതൊന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആ സ്കീമുകൾ ഫങ്ഷൻ ചെയ്യണം. നമ്മളിപ്പോൾ സ്ട്രക്ചറാണ് പറഞ്ഞത്, ബുദ്ധിയുടെ അല്ലെങ്കിൽ നോളജിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് സ്കീമുകൾ എല്ലാവരിലും ഉള്ളത്. ഇനി അത് ഫങ്ഷൻ ചെയ്യണം. എന്താ ഫങ്ഷണൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് എ സ്റ്റേജ്, ഈസ് ദ ഫങ്ഷനിങ് ഓർ പ്രോസസ് സ്റ്റേജ്. അവിടെയാണ് അത് പ്രോസസ്സ് ചെയ്തു വരുന്ന ഘട്ടം. ഇറ്റ് മീൻസ് ദീസ് ആർ ദ അഡാപ്റ്റേഷൻ പ്രോസസ് that enable the transition from one stage to another stage of the development. അപ്പോൾ എന്താ പറഞ്ഞത്? ഇതെന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ അഡാപ്റ്റേഷൻ പ്രോസസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേറൊരു പേര് പറഞ്ഞത്, അഡാപ്റ്റേഷൻ പ്രോസസ്. അപ്പോൾ അവിടെ ഒരു അഡാപ്റ്റേഷൻ ആണ്, അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇൻവോൾവ് ആകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അസിമിലേഷനും അക്കോമഡേഷൻ. അസിമിലേഷൻ, അക്കോമഡേഷൻ കൂടി ചേർന്നിട്ടാണ് ഈ അഡാപ്റ്റേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഈ ഫങ്ഷണൽ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫങ്ഷണൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്ങിൽ അപ്പോൾ പറഞ്ഞ ഇത് ശ്രദ്ധിച്ചോ, ഇറ്റ് മീൻസ് ദീസ് ആർ ദ അഡാപ്റ്റേഷൻ പ്രോസസ്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിലെന്താ വരുന്നത്? അഡാപ്റ്റേഷൻ പ്രക്രിയയാണ്. അഡാപ്റ്റേഷൻ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്? that process the transition from one stage to another stage. അതായത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്കുള്ള ട്രാൻസിഷനുകൾ സാധ്യമാകുന്നത് ഇത്തരത്തിലുള്ള ഈ ഫങ്ഷനിങ് നടക്കുമ്പോഴാണ്. അതിപ്പോൾ എക്സാമ്പിൾ എല്ലാം പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാകും. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്ങിൽ അസിമിലേഷൻ എന്ന് പറയുന്ന ഘട്ടം എങ്ങനെയാണ്, എന്താണ് ഈ അസിമിലേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയിൽ ധാരാളം സ്കീമുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ എൻവിയോൺമെന്റിലേക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എൻവിയോൺമെന്റിന്റെ സ്വാധീനം കൊണ്ട് ആ കുട്ടി കുറച്ച് അറിവുകൾ കിട്ടുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പ്, ഇപ്പം ഇത് നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുവാണ്, ഇത് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. കാരണം ഇങ്ങനെ 3 സൈഡ് ഉണ്ട് അതിന്. അതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപം ട്രയാങ്കിൾ എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ജനിച്ചു വീണ കുട്ടിയെ നമ്മൾ ട്രയാങ്കിൾ പഠിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ ഒരു കുട്ടി എക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്, ഇതിൻ്റെ പേരാണ് ട്രയാങ്കിൾ. അപ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ്, ഇതാണോ ട്രയാങ്കിൾ? അപ്പോൾ കുട്ടി അത് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുവാണ്, ഇങ്ങനെയുള്ള ഒരു രൂപത്തിന് ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഈ കുട്ടി എവിടെ കണ്ടാലും ഇതിനെ എന്ത് പേര് വിളിക്കും? ആ കുട്ടി ഈ രൂപത്തിനെ ട്രയാങ്കിളെ എന്ന് വിളിക്കൂലേ? കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, അതിൻ്റെ പേരാണ് ട്രയാങ്കിൾ. അതേപോലെ ഈ കുട്ടീന് ഇങ്ങനെ ഒരു രൂപം കാണുവാണെന്ന് വിചാരിക്കുക, അതിനെയും ആ കുട്ടി എന്താ വിളിക്കത്തുള്ളൂ? ട്രയാങ്കിൾ. ഇവിടെ നോക്കിയ ട്രയാങ്കിൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ, നമുക്കറിയാം ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, 3 ലൈനുകൾ കൂടി ചേർന്ന് ഇങ്ങനെ വരുന്ന ഒരു രൂപമാണ്, അത് ലൈൻസ് ആണ്. അപ്പൊ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ത്, ഇങ്ങനെയുള്ള ഈ രൂപം. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഈ രൂപമാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആ രൂപം കാണുമ്പോൾ എവിടെ കണ്ടാലും ആ കുട്ടി അതിന് എന്താ പറയുന്നത്? ട്രയാങ്കിൾ എന്നാ പറയുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു രൂപം, പക്ഷെ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ അല്ല, പക്ഷെ ഇങ്ങനെ കർവുകളോട് പോവുകയാണ്. അത് കണ്ടാലും കുട്ടി എന്തേ പറയത്തുള്ളൂ? ട്രയാങ്കിൾ. കാരണം കുട്ടിയുടെ മനസ്സിൽ ഒരു സ്കീമ നിലനിൽക്കുന്നുണ്ട്. അതായത് ആ കുട്ടിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്കീമ എന്ന് പറയാം.
അപ്പൊ ഇത് കുട്ടിയുടെ മനസ്സിലുള്ള ഫെമിലിയർ സ്കീമയാണ്, കുട്ടിക്ക് പരിചയമുള്ള ഒരു സ്കീമയാണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ പോലുള്ള ഒരു രൂപം കാണുമ്പോൾ അതാണ് എന്നുള്ള രീതിയിലാണ് ആ കുട്ടി മറ്റേ രണ്ടാമത് കണ്ട രൂപത്തെയും എന്ത് ചെയ്യുന്നത്, താരതമ്യം ചെയ്തു പറയുന്നത്. അപ്പോ ഈ രണ്ടാമത് വരച്ച സംഭവം ആ കുട്ടിക്ക് ഫെമിലിയർ ആണോ? അല്ല, അൺഫെമിലിയർ ആണ്. കുട്ടിക്കാകെ ഫെമിലിയർ ആയിട്ടുള്ളത് ഈ സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ രണ്ടാമത് പറഞ്ഞത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അൺഫെമിലിയർ ആണ്, ആ കുട്ടിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് സ്കീമ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് കണ്ടതിനെ താരതമ്യം ചെയ്ത് അതാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. അതായത് എക്സിസ്റ്റിംഗ് സ്കീമ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ കുട്ടിക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്കീമ, ആ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു സ്കീമ അവിടെയുണ്ട്. ട്രയാങ്കിൾ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്കീം ആ കുട്ടിയുടെ ബ്രെയിനിലുണ്ട്. അപ്പോൾ ആ കുട്ടി അതുപോലുള്ള ഒരു രൂപം വേറെ കാണുമ്പോൾ അതിൽ അതിൻ്റെ സൈഡ് ഇങ്ങനെ ഈ സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇങ്ങനെ കർവ് പോലെ ഇരിക്കുന്നതാണെങ്കിൽ പോലും ആ കുട്ടി ആ രൂപമാണ് മനസ്സിലേക്ക് വെച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഈ ആദ്യത്തെ ഈ കുട്ടിയുടെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് സ്കീമ, അതാണ് ആ കുട്ടിയുടെ ഫെമിലിയർ സ്കീമ വെച്ചിട്ട് ഈ രണ്ടാമത്തെ രൂപത്തിനെ കുട്ടി ലിങ്ക് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ പ്രോസസ്സിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? അസിമിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു നോക്കിയാൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് യൂസിങ് ദ എക്സിസ്റ്റിംഗ് സ്കീമാസ് ടു ഡീൽ വിത്ത് ന്യൂ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. ഒരു പുതിയ ഒബ്ജക്റ്റിനെയോ പുതിയ സാഹചര്യത്തെയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി ആ എക്സിസ്റ്റിംഗ് സ്കീമ ഉപയോഗപ്പെടുത്തുന്ന ആ പ്രതിഭാസത്തിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കൂടെ തന്നെ അങ്ങ് പോരുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അറിയാവുന്നവരായാലും അറിയാൻ വയ്യാത്തവരാണെങ്കിലും കൂടെ പോരുക. എന്താണ് അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ്, ഇതൊരു പ്രക്രിയയാണ്. അവിടെ എന്താണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? യൂസിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ്. എക്സിസ്റ്റിംഗ് സ്കീമാസ് നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്കീമ. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുട്ടിയോട് നമ്മൾ ആ കുട്ടിയോട് പറയുവാണ് ഇതാണ് ട്രയാങ്കിൾ, ഇതിന്റെ ഓമന പേരാണ് ട്രയാങ്കിൾ. അപ്പൊ ആ കുട്ടി മനസ്സിലേക്ക് ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്നു. അപ്പൊ അതാണ് ട്രയാങ്കിളിന്റെ സ്കീം ആ കുട്ടിയുടെ തലയിലുണ്ട്. ഓക്കെ, അങ്ങനെ അതാണ് ആ കുട്ടിയുടെ എക്സിസ്റ്റിംഗ് സ്കീമ. അത് ആ കുട്ടിക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്കീമയാണ്. കാരണം ആ കുട്ടി പറഞ്ഞു നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് പരിചയമുള്ള ഒരു സ്കീമയാണ്. അപ്പോൾ അതേപോലുള്ള വേറൊരു രൂപം കാണുമ്പോൾ അതിൽ ലൈൻ ഇല്ല എങ്കിൽ പോലും അതേപോലുള്ള ഒരു രൂപം കാണുമ്പോൾ കുട്ടി ആ എക്സിസ്റ്റിംഗ് തലയിലുള്ള എക്സിസ്റ്റിംഗ് സ്കീമ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പുതിയ രൂപത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തു പറയാൻ ശ്രമിക്കുന്നു. ആ പ്രതിഭാസമാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രയാങ്കിളിൽ നിന്ന് അങ്ങ് വിട്ടുപിടിച്ചിട്ടൊന്ന് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഒരു കുട്ടിയോട് പറയുവാണ്, ആദ്യമായിട്ട് ഒരു കുട്ടി ബേഡ്സിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ കുട്ടി ആകാശത്തൂടി ഒരു ബേർഡ് പറന്നു പോകുമ്പോൾ അമ്മ പറയുവാണ്, മോനെ ഇതാണ് കിളി എന്ന് പറയുവാണ്. അപ്പോൾ കുട്ടിയിൽ ആ സ്കീമ കയറി. എങ്ങനെയാ ആ കുട്ടിക്ക് ആ സ്കീം കിട്ടിയത്? ജീൻ പിയാഷയുടെ അഭിപ്രായ പ്രകാരം എങ്ങനെയാ കിട്ടിയത് ഒന്ന് പറയാമോ? എങ്ങനെയാ ആ കുട്ടിക്ക് കിട്ടിയത് ഒന്ന് പറഞ്ഞു നോക്കി. ആ കുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കുവാണ്, എന്ത്, ദേ മോനെ അത് കിളിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ജീൻ പിയാഷയുടെ തിയറി പ്രകാരം എങ്ങനെയാണ് ആ സ്കീം കിട്ടിയത് എന്ന് പറഞ്ഞേ. എൻവിയോൺമെന്റിലെ സ്വാധീനം കൊണ്ട്, അതായത് അമ്മ പറഞ്ഞു കൊടുത്തു അതാണ് കിളി. അത് നിങ്ങൾക്കപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ സ്കീമ തലയിൽ ഉറച്ചു. ഇന്ന സാധനമാണ്, ഇങ്ങനെ ആകാശത്തൂടി പോകുന്ന, ഇങ്ങനെ പറന്നു പോകുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് കിളി അല്ലെങ്കിൽ ബേർഡ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോഴാണ് ആകാശത്തൂടി ഒരു എയറോപ്ലെയിൻ പോകുന്നത്. അതായത് ഇന്നലെ പറഞ്ഞു കൊടുത്തു നമ്മൾ അത് കിളിയാണെന്ന് പറഞ്ഞു, എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഒരു എയറോപ്ലെയിൻ പോകുന്നു. കുട്ടി എന്തായിരിക്കും അതിനെ കാണുമ്പോൾ പറയുന്നത്? എയറോപ്ലെയിൻ ആണെന്നാണോ പറയുന്നത്? കിളിയാണെന്നേ പറയത്തുള്ളൂ. അത് കേൾക്കുമ്പോൾ അമ്മയുടെ കിളി പോകും. കാരണം വെച്ചാൽ അത് കിളിയല്ലല്ലോ, അതുകൊണ്ടാണ് അമ്മയുടെ കിളി പോയത്.
കാരണം എന്താ വെച്ചാൽ അത് എയറോപ്ലെയിനാണ്. അപ്പോൾ എന്തു ചെയ്യും? അമ്മ പറയും, മോനെ അത് കിളിയല്ല, അത് എയറോപ്ലെയിൻ ആണ് എന്ന് പറഞ്ഞു കൊടുക്കും. ആ ഒരു പ്രതിഭാസം രണ്ടാമതാണ്, അത് അക്കോമഡേഷനിലാണ് വരുന്നത്. നമുക്കിപ്പോൾ അസിമിലേഷൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ അമ്മ പറഞ്ഞു കൊടുത്ത, തലേ ദിവസം പറഞ്ഞു കൊടുത്ത ആ രൂപം വെച്ചിട്ട് പുതിയ രൂപത്തിനെ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് വിമാനം കണ്ടു കഴിഞ്ഞപ്പോൾ, എയറോപ്ലെയിൻ കണ്ടു കഴിഞ്ഞപ്പോൾ തലേ ദിവസം ആ കുട്ടിയോട് കിളിയെന്ന് പറഞ്ഞത് വെച്ച് ആ സ്കീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ എയറോപ്ലെയിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ കുട്ടി പറഞ്ഞു, അത് കിളിയാണമ്മേ എന്ന് പറയുന്നു. അതാണ് അസിമിലേഷൻ. വ്യക്തമായെന്ന് തോന്നുന്നു. അതായത് ഒരു കുട്ടിയുടെ എക്സിസ്റ്റിംഗ് സ്കീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ഒബ്ജക്റ്റിനെയോ പുതിയൊരു സിറ്റുവേഷനെയോ വിവരിക്കുമ്പോൾ അതിനെ വിളിക്കാവുന്ന പേരാണ് അസിമിലേഷൻ. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയാ. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസിമിലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് യൂസിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ് ടു ഡീൽ വിത്ത് എ ന്യൂ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ഫെമിലിയർ ആയിട്ടുള്ള, ആ കുട്ടിക്ക് പരിചിതമായിട്ടുള്ള ഒരു രൂപം വെച്ചുകൊണ്ട് പരിചയമല്ലാത്തൊരു രൂപത്തേക്ക് ആ കുട്ടി ആ രൂപം പോലുള്ള ഒരു രൂപത്തിന് എന്ത് ചെയ്യുവാണ്? ആ പരിചിത അൺഫെമിലിയർ ആയിട്ടുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ പരിചിതമായ രൂപം വെച്ചുകൊണ്ട്. അതായത് ട്രയാങ്കിളിൻ്റെ ആ ഷേപ്പ് വെച്ചുകൊണ്ട് വേറൊരു അതുപോലുള്ള രൂപം കാണുമ്പോൾ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ബേർഡിൻ്റെ രൂപം വെച്ചുകൊണ്ട് എയറോപ്ലെയിനെ ആ കുട്ടി ബേർഡ് എന്ന് വിളിച്ചു പറയുന്നു. അതാണ് എന്ത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പരിപാടിയാണ് എന്ത്? അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അക്കോമഡേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അക്കോമഡേഷൻ രണ്ടാമത്തെ, ഈ അസിമിലേഷൻ കഴിഞ്ഞിട്ട് അടുത്ത് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ എക്സിസ്റ്റിംഗ് സ്കീമ ഡസ് നോട്ട് വർക്ക് and need to be changed to deal with a new object or situation. അതായത് അത് എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും ബെറ്റർ. അതായത് കുട്ടിയോട് അമ്മ പറയുവാണ്, ഇത് കിളിയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആകാശത്തൂടി പോവുകയാണ്, അതിൻ്റെ പേര് കിളി എന്നാണ്. അതിനുശേഷം പിറ്റേ ദിവസം ആ കുട്ടി എയറോപ്ലെയിൻ കാണുമ്പോൾ ആ കുട്ടി എന്ത് പറയുന്നു എന്ന് പറഞ്ഞു, ബേർഡാണെന്ന് പറയുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മളത് തിരുത്തി കൊടുക്കും കുട്ടിക്ക്. എന്നിട്ട് പറയും, മോനെ അത് കിളിയല്ല, മറിച്ച് അതെന്താണത്? എയറോപ്ലെയിൻ ആണ്. അതിങ്ങനെ ഇതൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന പരിപാടിയാണ് എന്നെല്ലാം പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ കുട്ടി ആദ്യം ഉണ്ടായിരുന്ന ഒരു സാധനം തലയിൽ ഇരിക്കുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അത് മാറ്റിക്കൊണ്ട് ഈ പുതിയ അറിവിനെ അക്കോമഡേറ്റ് ചെയ്യും. അതാണ് അക്കോമഡേഷൻ. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ അറിവിന് പകരമായിട്ട് പുതിയൊരു അറിവ് കൂടി ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് കയറുന്നു. അതാണ് അക്കോമഡേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് അക്കോമഡേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയൊരു നോളജ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് കടത്തി വിടുന്ന ഒരു പരിപാടിയാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞത്, when existing schema does not work and need to be changed to deal with a new object or situation. അതായത് ആ എക്സിസ്റ്റിംഗ് സ്കീമ വർക്ക് ആവാതെ അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം കടന്നു വരുന്ന സമയത്ത് ആ പുതിയ സിറ്റുവേഷനിൽ ആ സാഹചര്യം മനസ്സിലാക്കി അത് മനസ്സിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ, ഇഫ് ദ പാരന്റ് കറക്റ്റ് ഓർ റെക്ടിഫൈ ഓർ എക്സ്പ്ലെയിൻ ദ ചൈൽഡ് അബൌട്ട് ദ എയറോപ്ലെയിൻ, ആ എയറോപ്ലെയിനെ കുറിച്ച് കൃത്യമായിട്ട് പാരന്റ് പറഞ്ഞ് ആ കുട്ടിക്ക് കൊടുക്കുക. വിത്ത് ദിസ് ന്യൂ നോളജ് ഓർ സ്കീമ ഒബ്റ്റെയിൻ ഫ്രം ദ പാരന്റ്സ്, the child is able to change the existing schema or knowledge. അപ്പോൾ അങ്ങനെ ഒരു പുത്തൻ അറിവ് കിട്ടുമ്പോൾ ആ പഴയ അറിവിനെ മാറ്റിക്കൊണ്ട് പുതിയൊരറിവ് എന്ത് ചെയ്യുന്നു? മനസ്സിലെ ആ ബ്രെയിനിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നു.
അതായത് ഇനി എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ബേഡിൻ്റെ ഒരു സ്കീമ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ബേഡാണെന്ന് വിചാരിച്ചിട്ട് എയറോപ്ലെയിനിനെയും ബേഡെന്ന് വിളിച്ചത് കുട്ടി മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന രീതിയിൽ പുതിയ ആ പുത്തൻ അറിവ്, ആ ബേഡിന് പകരം എയറോപ്ലെയിൻ എന്നുള്ള അറിവ് കുട്ടി അവിടെ ശേഖരിച്ചു വെച്ചു, അക്കോമഡേറ്റ് ചെയ്തു. അപ്പോൾ ഇനി എപ്പോൾ കണ്ടാലും ആ കുട്ടി അക്കോമഡേഷൻ, ആ ഒരു സ്കീമ നിലനിൽക്കുന്നതുകൊണ്ട് പിന്നെ എയറോപ്ലെയിൻ കണ്ടാൽ പറയും ദേ എയറോപ്ലെയിൻ പോകുന്നു. അപ്പോൾ കുട്ടിക്ക് തെറ്റുന്നില്ല. അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് സ്കീമക്ക് പകരമായി എക്സിസ്റ്റിംഗ് സ്കീമ ചേഞ്ച് ചെയ്തിട്ട്, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ട് പുതിയ സാധനം എന്ത് ചെയ്യുവാണ്? അവിടെ അക്കോമഡേറ്റ് ചെയ്യുവാണ് എന്നുള്ളതാണ് അക്കോമഡേഷനിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രവർത്തനം കൂടി ഈ ഫംഗ്ഷനിൽ നടക്കുന്നുണ്ട്, ഇക്വിലിബ്രേഷൻ. അപ്പോൾ അസിമിലേഷനും അക്കോമഡേഷൻ, അതാണ് നമ്മൾ ഇതിനെ പൊതുവായിട്ട് നമ്മൾ എന്ത് പറയുന്നു? അഡാപ്റ്റേഷൻ പ്രോസസ്. എന്താ അഡാപ്റ്റേഷൻ പ്രോസസ് എന്ന് പറയാൻ കാര്യം? ആ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനോട് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫങ്ഷണൽ എലമെന്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ അഡാപ്റ്റേഷൻ പ്രോസസ്. അസേർഷൻ റീസണിലൊക്കെ വന്ന് എഴുതാനുള്ളതാണ്. അത് അഡാപ്റ്റേഷൻ പ്രോസസ്സാണ് ഫങ്ഷണൽ പ്രോസസ്സ്. അതായത് ആ ഏത് സാഹചര്യമാണോ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് ആണോ ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ സാഹചര്യത്തിനോട് അഡാപ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ആയതാണ്. അതുകൊണ്ട് അത് ഫങ്ഷണൽ എലമെന്റ് എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റേഷൻ എലമെന്റ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പ്രോസസ് ആണെന്ന് പറയാം. അപ്പൊ അതില് അസിമിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്, അതേപോലെ അക്കോമഡേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. It is the process of maintaining a balance between the assimilation and the accommodation. This is the force which moves the development. എന്താണ് equilibration എന്ന് പറഞ്ഞാൽ? It is the process of maintaining a balance between the assimilation and accommodation. നമ്മൾ പഠിച്ച ഈ അസിമിലേഷനെയും അക്കോമഡേഷനെയും ഒരു തുലന നിലയിൽ നിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇക്വിലിബ്രേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇക്വിലിബ്രേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ ദ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. ദിസ് ഈസ് ദ ഫോഴ്സ് വിച്ച് മൂവ്സ് ദ ഡെവലപ്മെന്റ്. ആ നമ്മുടെ ഡെവലപ്മെന്റിലേക്കുള്ള, നമ്മുടെ വികാസത്തിലേക്കുള്ള ഒരു ഫോഴ്സാണ് എന്ന് പറയാം ഇതിനെ. Force. This is the force which moves for the development. ആ ഡെവലപ്മെന്റിലേക്കുള്ള ഒരു ഫോഴ്സ് ആണ് എന്ന് പറയാം. എന്താ ഈ ഇക്വിലിബ്രിയേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ? അതായത് ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു തുലനാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടിയോട് ബാബുമോൻ്റെ അച്ഛനോട് ബാബുമോൻ്റെ അച്ഛൻ പറയുവാണ്, ഇങ്ങനെ ഒരു രൂപം കാണിച്ചു കൊടുത്തിട്ട് പറയുവാണ്, ഇതിൻ്റെ പേരാണ് മോനെ ശങ്കരൻകുട്ടി, ഇതിൻ്റെ പേരാണ് മോനെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മോൻ ഇതിനെ എവിടെ കണ്ടാലും ട്രയാങ്കു എന്ന് വിളിച്ചോ എന്ന് പറയുവാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ഈ സാധനത്തിന് എവിടെ കണ്ടാലും ട്രയാങ്കു എന്ന് പറയും. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു രൂപം കാണുന്നത്. ഇങ്ങനത്തെ രൂപം കാണുമ്പോൾ ഒരു ദിവസം അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ദേ ട്രയാങ്കു അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അത് ട്രയാങ്കു അല്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുട്ടി ഒരു കാര്യം ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുവാണ്. അത് അയ്യോ അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു തന്നത് തെറ്റാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി വരും, ഒരു ആശയക്കുഴപ്പ് ഉണ്ടാകും. അപ്പോൾ ആ കുട്ടിയുടെ ഇക്വിലിബ്രിയം അന്ന് തകരാറിലാകും. അതായത് ഒരു വസ്തു ആ കുട്ടിക്ക് അറിയാം, ഒരു കിളിയുടെ കേസാണെങ്കിലും ആ കിളി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത് കൊണ്ട് ആ കിളിയാണ് എന്ന് ഒരു കിളിയെ കാണുമ്പോൾ ആ കുട്ടി പറയുവാണ്. അപ്പോൾ ആ കുട്ടി ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. പക്ഷേ അതല്ല വേറൊരു സാധനം കാണുമ്പോൾ അത് തിരുത്തി നമ്മൾ കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഇക്വിലിബ്രിയം അവിടെ തകരാറിലാകുവാണ്. കാരണം എന്നോട് ഇന്നലെ പറഞ്ഞത് കിളിയാണെന്നാണ്, ഇന്നിപ്പോൾ പറയുന്നത് എയറോപ്ലെയിൻ ആണെന്ന്. അപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൽ കുട്ടി എത്തുവാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് പോയിട്ട് അവിടെ എന്താവും? ഡിസ്ഇക്വിലിബ്രിയം ഉണ്ടാവും. ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരും. അതായത് ഒരു തുലന നിലയിലിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പ്രക്ഷുബ്ധമായി.
കാരണം വെച്ചാൽ അയ്യോ ഇനിയിപ്പോൾ ഇതിന് വേറെ പേരാണോ, അപ്പോൾ അങ്ങനൊരു അപ്പോൾ ആ ഡിസിക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഏതൊരു വ്യക്തിയും എന്തിലേക്ക് വരാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കും എന്നാ പറയുന്നത്. ആ ഇക്വിലിബ്രിയത്തിലേക്ക്, ആദ്യം ഉണ്ടായ സംഭവത്തിലേക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇത്, അതായത് ഈ അസിമിലേഷനും അക്കോമഡേഷനും, നമ്മളതല്ലേ ഈ അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടി ആർജിച്ച എക്സിസ്റ്റിംഗ് അറിവ്, അതിനുശേഷം ആ സംഭവം മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുതിയ അറിവ് അക്കോമഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു തുലന നില പാലിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എന്തു പറ്റും, അത് നമുക്ക് ഡെവലപ്മെന്റ് സാധ്യം. അപ്പൊ ഡെവലപ്മെന്റ് സാധ്യമാകുന്നത് ഇത് അസിമിലേറ്റ് ചെയ്ത് ഒരു സംഭവം നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് വീണ്ടും അസിമിലേഷനിലേക്ക് പോയി ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇറ്റ് മീൻസ് ദാറ്റ് ആഫ്റ്റർ അക്വയറിങ് എ ന്യൂ സ്കീമ, പുതിയൊരു സ്കീമ അക്വയർ ചെയ്ത് കഴിയുമ്പോൾ ഇൻഫന്റ് ഹാസ് ലോസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ പുതിയൊരു അറിവ് കിട്ടുമ്പോൾ കുട്ടിയുടെ ആദ്യത്തെ അറിവുമായിട്ട് അത് യോജിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തു പറ്റും? ഒരു ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകും. ആൻഡ് ഇൻഫന്റ് ഈസ് ഇൻ ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പോൾ ഒരു പുതിയ അറിവ് അക്വയർ ചെയ്യുമ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താണ്? കുട്ടിയുടെ ഇക്വിലിബ്രിയം തകരാറിലായി. കുട്ടി ഏതവസ്ഥയിലായി? ഡിസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിലായി. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദാറ്റ് ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റ് ഇൻ ടു ഇക്വിലിബ്രിയേഷൻ സ്റ്റേറ്റ്. അതായത് ആ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ടുള്ള ആ ഒരു പ്രക്രിയയാണ് ഇക്വിലിബ്രേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു കുട്ടിക്ക് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അറിവുണ്ട്, അപ്പോൾ കുട്ടി യാതൊരുവിധ പ്രശ്നവുമില്ല, ആ കുട്ടി ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്ത് വേറൊരു കാര്യം പറയുമ്പോൾ, അതായത് അത് കിളിയല്ല, കുട്ടിയുടെ അപ്പോൾ എക്സിസ്റ്റിംഗ് സ്കീം തകർന്നു, അപ്പോൾ ആ കുട്ടിയുടെ ഇക്വിലിബ്രിയം ആകെ പോയി. അപ്പോൾ അത് എയറോപ്ലെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിസിക്വിലിബ്രിയത്തിലേക്കായി. അപ്പോൾ ആ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് എന്തിലേക്ക് എത്തണം? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണം. അതാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുവാണ്, നിങ്ങളിരുന്ന് ഓൺലൈനിൽ ക്ലാസ് കൊണ്ടുപോകണം, നിങ്ങളുടെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇരിക്കുവാണ്, CDPO ആയേ മതിയാകൂ എന്നുള്ള വ്യക്തവും കൃത്യവുമായ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നെറ്റ് കണക്ഷൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ഇക്വിലിബ്രിയം അവസ്ഥയിലാണ്. നെറ്റ് കണക്ഷൻ പോയി, ഇക്വിലിബ്രിയം മൊത്തം തകരാറിലായി. നിങ്ങൾക്ക് പിന്നെ ഭയങ്കര വെപ്രാളമാണ്, എങ്ങനെയെങ്കിലും ആ നെറ്റ് കണക്ഷൻ ഒന്ന് വന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്പോൾ ഒരു പരിഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഡിസിക്വിലിബ്രിയത്തിലായി. ആ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ നോക്കും. അതാണ് ഈ ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പോൾ നമുക്കൊരു ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ ആദ്യം തന്നെ ഒരു സിമുലേഷനിൽ എന്താണ് സിമുലേഷൻ? അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സ്കീമ ഉണ്ട്, ആ കുട്ടിക്ക് അറിവുള്ള കാര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസിമുലേഷനിലൂടെ നടന്ന് നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ലാത്ത അവസ്ഥയാണ്. കുറേ അറിവുകളുണ്ട്, അസിമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എങ്ങനെയുള്ള അവസ്ഥയാണ്? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതിനുശേഷം ഒരു പുതിയ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷൻ കടന്നു വരുവാണ്, ഒരു ന്യൂ സിറ്റുവേഷൻ കടന്നു വരുവാണ്, അല്ലെങ്കിൽ ന്യൂ ഒബ്ജക്റ്റ് കടന്നു വരുവാണ്. അപ്പോൾ അടുത്ത റിസൾട്ട് എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണോ? ഇല്ല, ഇക്വിലിബ്രിയം തകരാറിലായി. എങ്ങനെ വന്നു? ഡിസിക്വിലിബ്രിയം വന്നു. ഡിസിക്വിലിബ്രിയം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്? നമ്മൾക്ക് കിട്ടിയ ആ പുത്തൻ അറിവിനെ നമ്മൾ എന്ത് ചെയ്യും? അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മൾ ആ പുത്തൻ അറിവുകൾ എന്ത് ചെയ്യുന്നു? അക്കോമഡേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ അക്കോമഡേഷൻ. അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഈ ചക്രം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. വീണ്ടും അസിമിലേഷൻ, അതേപോലെ തന്നെ ഇക്വിലിബ്രിയം, ഒരു പ്രശ്നവുമില്ല, ഇക്വിലിബ്രിയത്തിൽ പോകുന്നു, പുതിയ കാര്യങ്ങൾ കാണുന്നു, അപ്പൊ വീണ്ടും ഡിസിക്വിലിബ്രിയത്തിലാകുന്നു. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും പുതിയ അറിവ് അക്കോമഡേറ്റ് ചെയ്യുന്നു. വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ ഒരു ചക്രം പോലെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അസിമുലേറ്റ് ചെയ്യുന്നു. ആരിൽ നിന്ന്? നമ്മുടെ പാരൻസ്, എൻവിയോൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ, അത് നമുക്കിവിടെ ഉണ്ട്.
അപ്പൊ പ്രശ്നമൊന്നുമില്ല, നമ്മൾ സ്വസ്ഥമാണ്, ഒരു പ്രോബ്ലം ഇല്ല, ഇക്വിലിബ്രിയം അവസ്ഥയിലാണ്. പെട്ടെന്ന് നമുക്കില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ, പുതിയൊരു കാര്യം വരുമ്പോൾ, നമ്മുടെ സ്കീമയിൽ ഇല്ല, പുതിയൊരു കാര്യം വരുമ്പോൾ നമ്മളത് തിരുത്തി കൊടുക്കുമ്പോൾ അപ്പൊ എന്ത് സംഭവിച്ചു? ഡിസിക്വിലിബ്രിയം അവിടെ സംഭവിച്ചു. ഡിസിക്വിലിബ്രിയം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പുതിയ അറിവ് അക്കോമഡേറ്റ് ചെയ്താലേ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നു. അക്കോമഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ അറിവ് നമ്മളിലേക്ക് കടന്നു വരികയും നമ്മൾ അസിമിലേഷൻ അതേപോലെ തന്നെ ഈ ചക്രം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ 3 പ്രോസസ്സുകൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോസസ്സുകൾ എന്ന് പറയുന്നത് അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഇക്വിലിബ്രേഷൻ. അപ്പോൾ ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റൈനിങ് എ ബാലൻസ് ബിറ്റ്വീൻ ദ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള തുലനനില മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ ഓമനപ്പേരെന്ത്? ഏതാണ്? ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ. This is the force which moves the development. ഡെവലപ്മെന്റിനെ മൂവ് ചെയ്യുന്ന ഫോഴ്സ്, ശരിയല്ലേ? കാരണം ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റിന് മൂവ്മെന്റ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് അസേർഷൻ, ശരിയല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുത്തൻ അറിവുകൾ നേടുമ്പോൾ, നമ്മൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡെവലപ്മെന്റ് അല്ലേ സാധ്യമാകുന്നേ. കാരണം നമുക്ക് ആദ്യം അറിയാവുന്നത് കിഴിനെ പറ്റിയായിരുന്നു. അതിനുശേഷം എന്താ കുട്ടി ചോദിച്ചേ? എനിക്കിവിടെ ക്ലിയറായി കിട്ടിയില്ല കേട്ടോ. അശ്നെന്തോ ചോദിച്ചു എന്ന് തോന്നുന്നു മെസ്സേജ്. അതായത് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എൻവിയോൺമെന്റിൽ നിന്നാണല്ലോ നമുക്ക് കൂടുതലായിട്ടും ഈ പറയുന്ന രീതിയിൽ നമുക്ക് അറിവുകൾ കിട്ടുന്നത്. ഒന്ന് നമുക്ക് ബയോളജിക്കലി ഇൻഹെറിറ്റൻസ് വഴി നമുക്ക് കിട്ടും, അത് മനസ്സിലായി. രണ്ടാമത് നമുക്ക് ഇവിടുത്തെ എൻവിയോൺമെന്റിൽ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു. അത് രണ്ടും നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയിൽ അസിമിലേറ്റ് ചെയ്ത അറിവുകളാണ് അതെല്ലാം. ആ കുട്ടിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ് അസിമിലേഷൻ. ഈ അസിമിലേഷനിൽ നിൽക്കുമ്പോൾ, അസിമിലേഷനിൽ ഇപ്പോൾ ഒരു കുട്ടിയോട് ബേർഡിന്റെ സ്കീം ഈ കുട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്, അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്, ഒരു പ്രശ്നമില്ല. അപ്പോഴാണ് പെട്ടെന്ന് ന്യൂ സിറ്റുവേഷൻ, അതായത് ഒരു എയറോപ്ലെയിൻ കാണുന്നു. അപ്പോൾ ഈ ഇക്വിലിബ്രിയം തകരാറിലാകുന്നു, അപ്പോൾ ഡിസിക്വിലിബ്രിയത്തിലാകുന്നു. അത്രയും മനസ്സിലായി. ഈ ഡിസിക്വിലിബ്രിയത്തിലാകുമ്പോൾ ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കുവാണ് എന്ത്? അത് എയറോപ്ലെയിൻ ആണ്. ആ പുതിയ അറിവ്, പുത്തൻ അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി ആ പുത്തൻ അറിവിനെ എന്ത് ചെയ്യുവാണ്? വീണ്ടും ബ്രെയിനിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുവാണ്. വീണ്ടും വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു അറിവല്ലേ, അതാണ് ഈ അസിമിലേഷനിലേക്കായി വരുന്നത്. മനസ്സിലായി? പുത്തൻ അറിവ് വീണ്ടും എന്ത് ചെയ്യുവാണ്? അസിമിലേറ്റ് ചെയ്ത് വീണ്ടും അതൊരു അറിവായിട്ട് അവിടെ നിലനിൽക്കുന്നു. അതുപോലെ വേറൊരു മനസ്സിലായോ? അതായത് വേറൊന്നുമില്ല, ഈ പുതിയ അറിവ് ഇപ്പൊ ഇതിൽ ഈ ഒരു കുട്ടിയിൽ എ എന്ന് പറയുന്ന കുട്ടിയിൽ 100 അറിവുണ്ട്. ഈ 100 അറിവാണ് ഇവിടെ ഇരിക്കുന്ന ഈ അസിമുലേഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരു പുതിയ അറിവ് വന്ന് കയറുമ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ അറിവ് 100+1 101 ഇവിടെ അസിമുലേറ്റ് ചെയ്യപ്പെട്ടു. ഇനി വീണ്ടും ഇതുപോലെ വരുമ്പോൾ അടുത്ത അറിവ് വന്ന് കയറി 103 2 ഇങ്ങനെ വരുന്ന അറിവുകളെല്ലാം അസിമുലേറ്റ് ചെയ്ത് ഇത് ഈ ചക്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാ പറഞ്ഞത്. മനസ്സിലായോ? ക്ലിയർ ആയി? ക്ലിയർ ആയില്ലെങ്കിൽ പറയണം കേട്ടോ, കാരണം തിയറിയൊക്കെയാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊന്നുമല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലാകാത്ത നിങ്ങൾ ഫീ തന്ന് പഠിക്കുന്നവരാണ്, മനസ്സിലാകാതെ പോയിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം എന്നെ ഇതാക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലാകാത്തവർ എന്തായാലും കൃത്യമായിട്ട് അത് ചോദിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ചക്രം ഇങ്ങനെ തുറന്നുകൊണ്ട് പോയിക്കും. അങ്ങനെ നമ്മൾ ഏത് അറിവ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്തോ അത് വീണ്ടും ഒരു സ്കീമയായിട്ട് നമ്മൾ അസിമുലേറ്റ് ചെയ്തു വരുവാണ്.
അപ്പോൾ 100 ഉണ്ടായത് 101 ആകുന്നു, പിന്നെ 102 ആകുന്നു, 103 ആകുന്നു, 104 ആകുന്നു, 105 ആകുന്നു, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് ഡെവലപ്മെൻറ്റ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ വികാസം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് അദ്ദേഹം ഓമന പേരിട്ട് വിളിച്ചത്. കണ്ടോ, വളർച്ച വന്നത് കണ്ടോ? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ, അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ നടക്കുന്ന കാര്യം നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നറിയാം, പക്ഷെ പിയാഷെ പറഞ്ഞതും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യമാണെന്ന് ഇപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ എത്രയോ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് തന്നെ ഇങ്ങനെയാണ് ഈ അറിവുകൾ കിട്ടുന്നതെന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സൊക്കെ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വലുതായി പോവുകയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും അറിയാത്തൊരു കാര്യം വരുമ്പോൾ നമ്മൾ ഡിസിക്വിലിബ്രിയത്തിലാകും. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമ്മളിപ്പോൾ അശ്വിനെ ഒരു സംശയം ചോദിച്ചു, അപ്പോൾ നമുക്ക് അറിയാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അറിയാൻ കഴിയാത്തതുകൊണ്ട് ആ കുട്ടി ഡിസിക്വിലിബ്രിയത്തിലായിരുന്നു. ഞാനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പുത്തൻ അറിവ് അക്കോമഡേറ്റ് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ നാളുകളിൽ ഈ തിയറിയെ പറ്റി ചോദിച്ചാൽ അശ്വിനക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം ആ അക്കോമഡേറ്റ് ചെയ്ത അറിവ് വീണ്ടും 101 അല്ലെങ്കിൽ 102 വീണ്ടും തലയിൽ കയറി വന്നു. ഇനി പുതിയതായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ് പുതിയ അറിവ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇനി അക്കോമഡേറ്റ് ചെയ്യുന്നത് ശേഖരിച്ച് എവിടെ വന്ന് വീഴുവാണ്? വേറൊരു ടാങ്കിൽ വന്ന് വീഴുവാണ്. മനസ്സിലായോ? അതിങ്ങനെ നമുക്ക് കിട്ടുന്ന അറിവുകൾ വീണ്ടും ബ്രെയിനിലേക്ക് തന്നെ വന്നിട്ട് പുതിയൊരു അറിവായിട്ട് അവിടെ നിൽക്കുന്നു. അതാണ് അസിമിലേഷൻ. അതാണ് ഈ പറഞ്ഞ പ്രക്രിയ. അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. അസേർഷൻ റീസണിൽ ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അസേർഷൻ പറയുന്നു ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് മൂവ്സ് ദ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫോഴ്സാണ് ഇക്വിലിബ്രേഷൻ. ശരിയല്ലേ? ഇക്വിലിബ്രിയേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫോഴ്സാണ്. കാരണം എന്താണ്? അതാണ് ഞാൻ ഈ പറഞ്ഞത്. പുതിയ പുതിയ അറിവുകൾ അക്കോമഡേറ്റ് ചെയ്തിട്ട് ടൈനി സ്കീമുകൾ, പുതിയ ന്യൂ നോളജ് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ജീൻ പിയാഷെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഫങ്ഷനിങ്ങും കഴിഞ്ഞു. അപ്പോൾ 3 എലമെന്റ്സ്, തിയറിയിലെ 3 എലമെന്റുകൾ നമ്മൾ പറഞ്ഞു. അതായത് സ്ട്രക്ചറൽ എലമെന്റ്, ഫങ്ഷണൽ എലമെന്റ്. ഇനി മൂന്നാമത്തെ എലമെന്റ് ആണ് ഡെവലപ്മെന്റൽ എലമെന്റ്. ഡെവലപ്മെന്റ്സ് എന്താണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? അപ്പൊ അതിലാണ് അദ്ദേഹം കൃത്യമായിട്ട് ആ സ്റ്റേജുകളെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചു സ്റ്റെയർ കേസ് മോഡൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ട് നമ്മളിൽ എന്തുണ്ടാകുന്നു? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. ആ ഡെവലപ്മെന്റ് ആണ് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ചിൽഡ്രൻ മൂവ് ത്രൂ 4 ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് കുട്ടി 4 തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ സ്റ്റേജുകളിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ 4 സ്റ്റേജുകളിൽ കൂടി കുട്ടി കടന്നു പോകുന്നു. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ സ്റ്റേജ് 4 എണ്ണം ഏതൊക്കെയാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതേപോലെ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, അതേപോലെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അങ്ങനെ 4 ഘട്ടങ്ങളിൽ കൂടിയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ഇത്തരത്തിലുള്ള 4 ഘട്ടങ്ങളിൽ കൂടിയാണ് ഞാനും നിങ്ങളും എല്ലാം കടന്നു വന്നത്. ഇനി ജനിക്കുന്ന കുട്ടികളും കടന്നു വരുന്നത് ഈ രീതിയിലാണ് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഘട്ടത്തിൽ കൂടി നമുക്ക് കടന്നു പോകാം. സെൻസറി ഫസ്റ്റ് സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ ഓരോ കുട്ടിയും ഈ പറയുന്ന ഈ സ്റ്റേജുകളിൽ കൂടി എല്ലാം കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്.
അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ജനനം തുടങ്ങി, ബർത്ത് തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടം. കാലഘട്ടം ഓർത്തു വെക്കണം, ചോദിക്കാറുണ്ട്. ബർത്ത് ടു 2 ഇയേഴ്സ്, ജനനം തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏത് സ്റ്റേജ് ആയിട്ട് അദ്ദേഹം പറയുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ആ പേര് പോലെ തന്നെ ആ സമയത്ത് ആ കുട്ടിയിൽ വർക്കൗട്ട് ആകുന്ന ഒരേ ഒരു ഘടകം ആ കുട്ടിയുടെ തന്നെ സെൻസ് ഓർഗൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ കുട്ടിക്ക് വേറെ ഒന്നും പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ ഒന്നും ചിന്തിക്കാനോ ഒന്നും കഴിയത്തില്ല. മനസ്സിലായോ? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഭാഗമായിട്ടുള്ളത് ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസ് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും ആ കുട്ടിക്ക് പറഞ്ഞാലൊന്നും ആ കുട്ടിയുടെ തലയിലേക്ക് നേടുക. ആ കുട്ടിക്ക് അറിവ് കിട്ടുന്നത് ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസ് ആണ്. ആ സെൻസ് ഓർഗൻസ് വർക്കിങ്ങിലൂടെയാണ് ആ കുട്ടിക്കുള്ള അറിവുകൾ എന്തായാലും കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടിയോട് ചെന്നിട്ട് നമ്മൾ ജീൻ പിയാഷയുടെ തിയറി പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാകുമോ? ഇല്ല. ആ കുട്ടിക്ക് ആകെ ഉള്ളത് ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ജനനം തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നടക്കുന്ന, ആ കുട്ടിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഏതാ? സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ ഓരോരോ ആ വയസ്സിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്തായാലും കൃത്യമായിട്ട് എഴുതിയെടുക്കണം. അത് നോട്ട് ചെയ്ത് പോകണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനനം തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. Intellectual development takes place through the experience and movements of sense organs. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നത് ത്രൂ ദി എക്സ്പീരിയൻസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് സെൻസ് ഓർഗൻസ്. ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസിന്റെ മൂവ്മെന്റ്സ്, ആ എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് നടക്കുന്നത്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്തിൽ കൂടിയാണ്? സെൻസ് ഓർഗൻസിൽ കൂടിയാണ്. എൻ്റെ കൂടെ അങ്ങ് പഠിച്ചു പോവുക, നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്, ജനനം തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്താണ്? ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസിലൂടെയാണ്. ഓക്കെ, ഇനി ഈ കാലഘട്ടത്തിൽ ആ കുട്ടിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഡ്രാസ്റ്റിക് ഗ്രോത്ത്. വളരെ അതിദ്രുത വേഗതയിലുള്ള ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ജനനം തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ആദ്യം മര്യാദക്ക് നേരെ ചൊവ്വേ കിടക്കും, അത് അടങ്ങി ഒതുങ്ങിയൊക്കെ കിടക്കും. പിന്നെന്താണ്? പിന്നെ കമിഴ്ന്ന് വീഴാനായിട്ട് നോക്കും, പിന്നെ നീന്തും, പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇരിക്കും, മുട്ടിലിഴയും, പിന്നെ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടും, പിന്നെ ചാടും, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വളരെ ദ്രുതഗതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ കുട്ടിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ ജനനം തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടം ആ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് സെൻസ് ഓർഗൻസ് ആണ് ആ കുട്ടിയെ സഹായിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ മൂന്നാമതായിട്ട് പഠിച്ചത് എന്താണ്? ആ കുട്ടിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നു. അതായത് ആ കുട്ടിയുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇനി ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ്? എന്താണ്? ആ ഒബ്ജക്റ്റ് പെർമനന്റ് ആണ് എന്നുള്ള ഒരു തോന്നൽ. ഇറ്റ് മീൻസ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഈവൻ വെൻ ഇറ്റ് ഈസ് ഹിഡൻ. അതായത് നമ്മളത് മറച്ചു വെച്ചാലും എന്താണ് ആ കുട്ടിക്ക് തോന്നുവാണ് ആ ഒബ്ജക്റ്റ് അവിടെ തന്നെ സ്റ്റിൽ എക്സിസ്റ്റ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാവയെ ജനനം തുടങ്ങി ഇപ്പോൾ 2 വയസ്സ്, അപ്പോൾ ഒരു വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെ നമ്മൾ ഒരു പാവ കാണിക്കുവാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ കുട്ടി ആ പാവയിലേക്ക് നോക്കും. അതിനുശേഷം ആ പാവ എടുത്ത് നമ്മളിങ്ങനെ ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമോ? ഇല്ല. ആ കുട്ടി എന്ത് ചെയ്യും? ഓടി വന്നിട്ട് നമ്മളുടെ പുറകിൽ ആ പാവ ഉണ്ടെന്ന് നോക്കും. എല്ലാ കുട്ടികളും ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ആ കുട്ടി വിശ്വസിക്കുന്നത് എവിടെയും പോയിട്ടില്ല ആ പാവ. എന്താണ്? ആ പാവ ആ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ തന്നെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ആ കുട്ടിക്കുള്ളത്.
ശരിയല്ലേ? അതാണ് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു കോൺസെപ്റ്റ് ആ സ്റ്റേജിൽ ഈ കുട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, കുട്ടി ഒബ്ജക്റ്റ് പെർമനൻസ് കാണിക്കുന്ന സ്റ്റേജ് ഏത് സ്റ്റേജിലാണ്? പിയാഷയുടെ അഭിപ്രായത്തിൽ ചോദിച്ച ചോദ്യം ഏത് സ്റ്റേജിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാകുന്ന കാലഘട്ടം. ഓക്കെ, പഠിച്ചു. അതേപോലെ ഇറ്റ് റിക്വയർസ് ദ എബിലിറ്റി ടു ഫോം മെന്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ അതിലൂടെ ആ കുട്ടി ഇറ്റ് റിക്വയർസ് ദി എബിലിറ്റി ടു ഫോം ദ മെന്റൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മെന്റലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി, മാനസികമായിട്ട് ആ കുട്ടി ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു മെന്റൽ റെപ്രസെൻറ്റേഷൻ മെനഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ത് ഈ പറയുന്ന രീതിയിൽ ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ സമയത്ത് ആ കുട്ടിയുടെ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇഗോസെൻട്രിക് ആണ്. അതിന് നോട്ട് ചെയ്യുക, ചോദിച്ച ചോദ്യം ഇഗോസെൻട്രിക്. കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇഗോസെൻട്രിക് ആണ്. ഇഗോസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടി ആ കുട്ടിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. മനസ്സിലായി? അമ്മ CDP ഒക്കെ പഠിക്കുന്നു, അല്ലെങ്കിൽ ICDS സൂപ്പർവൈസറിന് പഠിക്കുന്നു എന്ന് ആ കുട്ടിയോട് ജന്മം തുടങ്ങി 2 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അമ്മ പഠിക്കുവോ പഠിക്കാതിരിക്കുവോ ഓടുവോ ചാടുവോ എന്ത് വേണമെങ്കിലും ചേട്ടാ, എനിക്ക് എൻ്റെ കാര്യം നടക്കണം, എനിക്ക് എൻ്റെ കാര്യം നടക്കണം. കൊച്ചു വലിയ വായിൽ കരയുവാണ്, കൊച്ചിനെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടി എങ്ങനെയാണ്? ഇഗോസെൻട്രിക് ആണ്. സ്വാർത്ഥ താല്പര്യത്തോട് അവൻ്റെ അല്ലെങ്കിൽ അവൾക്ക് അവളുടെ കാര്യം മാത്രം മതി എന്നുള്ള ഒരു മനോഭാവമാണ് ആ കുട്ടികൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ പഠിച്ചു സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം തുടങ്ങി 2 വയസ്സ് വരെയുള്ള കാലഘട്ടം. കുട്ടിയിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചുകൾ, ഡ്രാസ്റ്റിക്കായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്ന കാലഘട്ടം. അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന കാലഘട്ടം. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന സംഭവം ആ കുട്ടിയിൽ ഉണ്ടാകുന്ന കാലഘട്ടം. ഈ കുട്ടി ഇഗോസെൻട്രിക് ആണ് ഈ കാലഘട്ടത്തിൽ എന്ന് പറയാം. അപ്പോൾ ഈ കാലഘട്ടമാണ് കീ മൈൽ സ്റ്റോൺ ഇൻ ദ കേസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. കീ മൈൽ സ്റ്റോൺ ഇൻ ദ ഡെവലപ്മെൻ്റൽ പ്രക്രിയയിലെ മൈൽ സ്റ്റോൺ കാലഘട്ടം. കീ മൈൽ സ്റ്റോൺ ഇൻ ദ ഡെവലപ്മെൻറ്റ് കാലഘട്ടത്തിലെ ഒരു മൈൽ സ്റ്റോൺ പീരീഡാണ് ഏത്? ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയാം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും ആ കുട്ടി ചിന്തിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയ്യോ ഞാൻ കരഞ്ഞാൽ എൻ്റെ അമ്മക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ എന്നുള്ള രീതിയിലൊന്നും ആ കുട്ടി ചിന്തിക്കത്തില്ല. ആ കുട്ടി വലിയ വായിൽ കരയേണ്ട രീതിയിൽ അങ്ങ് കരഞ്ഞ് ആ കുട്ടിയുടെ മനോധർമ്മം അങ്ങനെ നിർവഹിച്ചു പോയിക്കോളൂ. അതാണ് ഇഗോസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജ് പഠിച്ചു. കുട്ടി ദേ വളർന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത സ്റ്റേജിലേക്ക് കുട്ടി കടന്നു. ആ കുട്ടിയുടെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഇനി കുറേ ഓപ്പറേഷനുകളൊക്കെ നടത്താൻ പോവുകയാണ് ആ കുട്ടി. മനസ്സിലായോ? ഇത്ര നേരം അടങ്ങി ഒതുങ്ങി വല്ലയിടത്ത് വരുന്ന കുട്ടി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് കടന്നു. 2 തുടങ്ങി 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പം നമ്മുടെ ആദ്യത്തേത് എവിടെ വന്ന് അവസാനിച്ചു? ജനനം തുടങ്ങി 2 വയസ്സ് വരെ. രണ്ടാമത്തെ സ്റ്റേജ് 2-ാമത്തെ വയസ്സ് തുടങ്ങി 7-ാമത്തെ വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ ഏജ് എന്ന് പറഞ്ഞാൽ. അതായത് ഓപ്പറേഷന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രീ കോൺസെപ്ച്വൽ ഏജ് എന്നും ഇൻറ്റ്യൂറ്റീവ് ഏജ് എന്നും. അപ്പോൾ 2ആക്കിയിട്ടുണ്ട്. പ്രീ കോൺസെപ്ച്വൽ ഏജ്, അതേപോലെ ഇൻറ്റ്യൂറ്റീവ് ഏജ്. ഇങ്ങനെ 2 ആയിട്ട് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. Symbolic expressions. In pre-conceptual age, children can think about symbolically.
This is the ability to make one thing, a word or an object stand for something other than itself. അപ്പോൾ സിംബോളിക് എക്സ്പ്രഷൻസ് കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജിൽ പ്രധാനമായിട്ടും സിംബോളിക് എക്സ്പ്രഷൻസ് അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ ആയിട്ട് സാരി ഉടുത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ടീച്ചറാകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സിംബോളിക്കായിട്ട് അത് അങ്ങനെ ആ എക്സ്പ്രഷൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഡ്രൈവിങ് അങ്ങനെയുള്ളതിനൊക്കെ താല്പര്യം. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ കാണാം. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സാരിയൊക്കെ കൊടുത്ത് അമ്മയാകാനൊക്കെ ആയിട്ടാണ് കൂടുതൽ താല്പര്യം. ബാഗ് എടുത്ത് തൂക്കി അടക്കി നമ്മോടും കൂടെ ഒക്കെ പോകും. അപ്പോൾ ഈ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിംബോളിക് എക്സ്പ്രഷൻസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രീ കോൺസെപ്ച്വൽ ഏജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യലൈസ്, അടുത്ത ഒരു ഫീച്ചറാണ് ആർട്ടിഫിഷ്യലൈസ്. അത് ആ കുട്ടിയുടെ ചിന്താധാരയാണ്. എന്താണ് ആ കുട്ടി ചിന്തിക്കുന്നത്? ബിലീവ് ദാറ്റ് ദ എൻവിയോൺമെന്റൽ കോമ്പോണൻസ് ആർ മാൻ മെയ്ഡ്. അതായത് എല്ലാ എൻവിയോൺമെന്റൽ കോമ്പോണൻസും എല്ലാം മാൻമെയ്ഡ് ആണ്. ഇപ്പം മേഘങ്ങൾ ഇതൊക്കെ മാൻമെയ്ഡ് ആണ് എന്നുള്ള ഒരു ചിന്താഗതി, ഒരു ആർട്ടിഫിഷ്യലൈസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ഈ പറയുന്ന ഓരോ പോയിന്റുകൾ നോട്ട് ചെയ്തു പോകണം. അതായത് ഇത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 തുടങ്ങി 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്പറേഷനുകൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രീ കാലഘട്ടം. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രീ കോൺസെപ്ച്വൽ ഏജ് എന്നും ഇൻറ്റ്യൂട്ടീവ് ഏജ് എന്നും രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. അപ്പോൾ അതിൽ പ്രീ കോൺസെപ്ച്വൽ ഏജിൽ സിംബോളിക് എക്സ്പ്രഷനുകളായിരിക്കും കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ ആ ഇതിൽ അത് മാത്രമല്ല ആർട്ടിഫിഷ്യലൈസ്, മിക്കവാറും എല്ലാം എൻവിയോൺമെൻറ്റൽ കോമ്പോണൻസും എല്ലാം മാൻമെയ്ഡ് ആണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് കുട്ടി കടക്കും. അതേപോലെ സെൻട്രേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റ്. സെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രേഷൻ, ആ ഒരു പോയിന്റിലേക്ക് മാത്രമാണ് ആ കുട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ. ഒരു സമയത്ത് ഒരു ആസ്പെക്റ്റ് മാത്രമേ കുട്ടി ശ്രദ്ധിക്കത്തുള്ളൂ. വേറെ അവിടെ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും കുട്ടി ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ചില സമയത്ത് കുട്ടികളെ എത്രമാത്രം വിളിച്ചാലും കുട്ടി കേൾക്കത്തില്ല. ഇപ്പോൾ ഒരു പാവയായിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കുവാണ്. നമ്മൾ ഇന്നിപ്പോൾ എന്തെങ്കിലും പഠിക്കാനിരുന്ന 100 പ്രാവശ്യം എഴുന്നേറ്റ് പോകും. നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാവം എടുത്ത് അത് കളിക്കാനിരിക്കുവാണെങ്കിൽ ആ സമയത്ത് ആ കുട്ടി അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത് ഫോക്കസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് സിറ്റുവേഷൻ അറ്റ് വൺ ടൈം. ഒരേ സമയത്ത് ഒരു സിറ്റുവേഷൻ മാത്രമാണ് കുട്ടി ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പൊ സെൻട്രേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് ഉള്ള കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അനിമിസം, ആ കുട്ടിയിലുണ്ടാകുന്ന വേറൊരു സംഭവമാണ് അനിമിസം എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, എന്താണ്? കുട്ടി ബിലീവ് ദാറ്റ് the animate object also have inanimate the object also have feelings and life. അതേപോലെ കല്ല്, മണ്ണ് ഇതിനൊക്കെ ജീവൻ ഉണ്ടെന്നും അതിനൊക്കെ വികാരം ഉണ്ടെന്നും ഒക്കെ കുട്ടി കരുതുന്ന ഒരു അവസ്ഥ. അതാണ് അനിമിസം എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആ കുട്ടിയിൽ വളരുന്ന ഒരു കാലഘട്ടം. എല്ലാത്തിനും ജീവൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയിൽ ജനിക്കുന്ന ഒരു പീരീഡാണ് പ്രീ ഓപ്പറേഷണൽ ഏജ്. അതിനും വികാരങ്ങളുണ്ട്. ചില കല്ലിനോട് മണ്ണിനൊക്കെ പോയി വർത്താനം വെച്ച് ഈ മരത്തിനോടൊക്കെ വർത്താനം പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ അതെല്ലാം എന്താണ്? ആ കുട്ടിയിൽ ഈ സംഭവം വളരുന്നത് കൊണ്ടാണ് അനിമിസം എന്ന് പറയുന്ന സംഭവം. ചിൽഡ്രൻസ് ഹാവ് ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ചോദിച്ച ചോദ്യം, കുട്ടിയിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സാധ്യമാകുന്ന പീരീഡ് ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ചോദിച്ച ചോദ്യം, ഏത് കാലഘട്ടത്തിലാണ് കുട്ടിയിലെ ലാംഗ്വേജ് വികാസം നടക്കുന്ന കാലഘട്ടം ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇമ്പോർട്ടന്റ്. ചിൽഡ്രൻസ് ഹാവ് ലോട്ട് ഓഫ് ഫാന്റസീസ് ആൻഡ് ബിലീവ് ഒബ്ജക്ട്സ് ആർ അലൈവ്. അതായത് ശരിക്കും പറഞ്ഞ ഒരു ഫാന്റസി ലോകത്തിലാണ് കുട്ടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അറ്റ് ദി ഏജ് ഓഫ് 4 the most children become curious
to ask many questions and wants to know everything. ഒരു 4 വയസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഏജ് ഓഫ് 4 4 വയസ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ കുട്ടിക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതാണ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയാനായുള്ള കാര്യം. അതായത് കുട്ടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്താണ്, ഇതെന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അമ്മ എന്തെടുക്കുകയാണ്, അമ്മ CDPO ഒക്കെ പഠിക്കണം. ആരാ ഈ CDPO എന്ന് പറഞ്ഞാൽ? CDPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റാണ്, അതിങ്ങനെ പഠിക്കുന്നതാണ്. അപ്പോൾ അപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് കൈയും കാലും എടുത്ത് കോമാളിത്തരം കാണിക്കുന്ന ആളാരാണ്? അതെൻ്റെ മാഷാണ്. ആ മാഷ് എന്താ അങ്ങനെ നിൽക്കുന്നത്? മനസ്സിലായി? അതങ്ങനെയാണത്, മാഷാണ്, എൻ്റെ മാഷ് ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴത്തേക്കും അത് ആ ബോർഡിലൊക്കെ എഴുതുന്നതാണ്. അങ്ങനെ എന്താ ബോർഡിൽ അങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ 100 ക്വസ്റ്റ്യൻ. അവസാനം ഇതിനൊരു മറുപടി നമ്മൾ കൊടുക്കും, ഇങ്ങനെ കുറേ ചോദിച്ചു കഴിയുമ്പോൾ. അതായത് കയ്യിൽ കിട്ടുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് 2 എണ്ണം അങ്ങ് കൊടുക്കും. അപ്പോൾ ആ ഇൻറ്റ്യൂഷൻസ് അവിടെ അവസാനിക്കും. ഇതാണ് സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായി? അതല്ലാതെ ജീൻ പിയാഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ക്ഷമയുടെ നെല്ലിപ്പല കാണുമ്പോൾ എന്താ, കാരണം നമ്മൾ എന്തെങ്കിലും തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ചൊറിഞ്ഞു വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ തിരക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചൊരു മറുപടി അങ്ങ് കൊടുത്തിരിക്കും. പക്ഷേ ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഏജ് 4, അതുകൊണ്ടാണ് ആ സ്റ്റേജ് ഇൻറ്റ്യൂട്ടീവ് ഏജ് എന്ന് പറയുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 4 മോസ്റ്റ് ചിൽഡ്രൻ ബിക്കം ക്യൂരിയസ് ആൻഡ് ആസ്ക് മെനി ക്വസ്റ്റ്യൻ ആൻഡ് വാണ്ട്സ് ടു നോ എവറിത്തിങ്. എല്ലാം അറിയാനായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടി ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരെണ്ണത്തിന് പുറകെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. During this stage, children are enabled to apply specific cognitive operation. ആ കുട്ടി ഒരു പ്രത്യേകിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഓപ്പറേഷനുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള ഒരു സ്റ്റേജിലല്ല. അതാ പറയുന്നത്, ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ആർ എനേബിൾ ടു അപ്ലൈ ദ സ്പെസിഫിക് കോഗ്നിറ്റീവ് ഓപ്പറേഷൻ. സ്പെസിഫിക് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാൻ കുട്ടി എനേബിൾ ആണ്, കുട്ടിക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. അതാണ് ഇൻറ്റ്യൂട്ടീവ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ് ഏജിൽ കുട്ടി ക്യൂരിയസ് ആയിട്ട് അറ്റ് ദ ഏജ് ഓഫ് 4 ആ കുട്ടി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്തും കുട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഇഗോസെൻട്രിക് ആണ്, സ്റ്റിൽ ഇൻ ഇഗോസെൻട്രിക്. ഈ സമയത്തും കുട്ടി എങ്ങനെയാണ് അവസ്ഥ? ഇഗോസെൻട്രിക് ആണ്. ഇവിടെ മാത്രമല്ല, ഇങ്ങോട്ട് വരുമ്പോഴും വളർച്ചയുടെ ആ ഘട്ടത്തിലും കുട്ടി കാണിക്കുന്ന പ്രകൃതം എന്ന് വെച്ചാൽ ഈ പറയുന്ന 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയുള്ള കുട്ടിയും സ്റ്റിൽ കണ്ടിന്യൂ ദ സ്റ്റേജ് ഓഫ് ഇഗോസെൻട്രിസം. ഇഗോസെൻട്രിക് ആണ്. അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു. ദെൻ ഇറിവേഴ്സിബിലിറ്റി, വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിലിറ്റി. ഇറിവേഴ്സിബിലിറ്റി മീൻസ് എന്താണ്? Inability to reverse the direction of the sequence of the events. അതായത് ആ ഒരു സീക്വൻസ് ഓഫ് ഈവൻസിൻ്റെ റിവേഴ്സ് ഡയറക്ഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കെടും എന്നുള്ളത് അറിയാൻ കഴിയില്ല എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. അപ്പോൾ ഇറിവേഴ്സിബിലിറ്റി ആണ് ഈ കാലഘട്ടത്തിൽ 2 തുടങ്ങി 7 വയസ്സ് വരെ. പക്ഷേ ഇപ്പോൾ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നിപ്പോൾ ജനിച്ച് ഇങ്ങ് വരുമ്പോൾ തന്നെ മൊബൈൽ ഫോണും കൊണ്ടാണ് ഈ കുട്ടികൾ കടന്നു വരുന്നത് തന്നെ. മനസ്സിലായി? അവർക്കറിയാത്ത ഓപ്പറേഷൻസ് ഒന്നുമില്ല. 2 തുടങ്ങി 7 വയസ്സ് വരെയുള്ള കുട്ടി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും, അത് ഓഫ് ചെയ്യും, അത് തല്ലി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും കത്തില്ല എന്ന് വരെ അറിയാവുന്നൊരു പ്രായമാണ്. മനസ്സിലായോ? ജീൻ പിയാഷെ പിന്നെ എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആ സമയത്ത് ഉണ്ടാകും എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. എൻ്റെ കൂടെ അങ്ങ് പോര്. 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തെ ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. വയസ്സ് 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻറ്റ്യൂട്ടീവ് ഏജ്, 2 പ്രീ കോൺസെപ്ച്വൽ ഏജ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടിയുടെ സിംബോളിക്
ആയുള്ള എക്സ്പ്രഷനുകൾ ആ കുട്ടി എല്ലാത്തിനെയും, അതായത് അമ്മയാകുന്നു, അച്ഛനാകുന്നു, അതേപോലെ തന്നെ ടീച്ചറാകുന്നു, അങ്ങനെയൊക്കെയുള്ള സിംബോളിക് ആയുള്ള എക്സ്പ്രഷൻസ്, അതേപോലെ എല്ലാത്തിനെയും ആർട്ടിഫിഷ്യലൈസ് ചെയ്തിട്ട് ആ കുട്ടി മുന്നോട്ട് പോകുന്നു. അതേപോലെ ഒരേ സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, സെൻട്രേഷൻ എന്ന് പറയുന്ന. അതേപോലെ എല്ലാത്തിനും ജീവനുണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്ന് കുട്ടി കരുതുന്നു, അനിമിസം കാണിക്കുന്നു. അതേപോലെ ആ കുട്ടിയിൽ ഇറിവേഴ്സിബിലിറ്റി, അതായത് റിവേഴ്സിബിലിറ്റി അല്ല, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, സ്വിച്ച് ഓഫ് ചെയ്താൽ ലൈറ്റ് ഇടും എന്ന് കുട്ടിക്ക് അറിയില്ലാത്ത കാലഘട്ടം, ഇറിവേഴ്സിബിലിറ്റി. ആ കുട്ടി ആ സമയത്തും സ്റ്റിൽ ഇൻ ഇഗോസെൻട്രിസം. എങ്ങനെയാണ് ആ കുട്ടി ഇഗോസെൻട്രിക് ആണ്. അറ്റ് ദ ഏജ് ഓഫ് 4, 4ാമത്തെ വയസ്സ് തുടങ്ങി ആ കുട്ടി കൂടുതലായിട്ട് ക്യൂരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സാധ്യമാകുന്ന സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സാധ്യമാകുന്നത് പഠിച്ചു. ഇനി അടുത്ത സ്റ്റേജിലേക്ക് കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേജിലേക്ക് കുട്ടി കടന്നു, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്ത സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്ത സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. വയസ്സ് 7 വയസ്സ് തുടങ്ങി 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. 7 to 11 years, 7 തുടങ്ങി 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്ത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ കുറച്ചുകൂടി കാര്യപ്രാപ്തിയൊക്കെയായി കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ this stage is considered as the major turning point in the child's cognitive development. ഈ പ്രായം ആ കുട്ടിയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ദിസ് സ്റ്റേജ് ഈസ് കൺസിഡേർഡ് ആസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദ ചൈൽഡ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. നോട്ട് ചെയ്തു പോവുക. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ലോജിക്കൽ ഓർ ഓപ്പറേഷണൽ തോട്ട്. ഇവിടെയാണ് ലോജിക്കൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ തോട്ടുകൾ ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ലോജിക്കൽ ഓർ ഓപ്പറേഷണൽ തോട്ട്, വളരെ ലോജിക്കലായുള്ള കാര്യങ്ങൾ, വളരെ ലോജിക്കായിട്ടൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. മനസ്സിലായോ? അപ്പൊ അതാണ് ലോജിക്കൽ ഓർ ഓപ്പറേഷണൽ തോട്ട് എന്ന് പറയുന്നത്. അതായത് ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയുന്നു. അസേർഷൻ റീസൺ, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് പിയാഷെയുടെ അഭിപ്രായത്തിൽ ചൈൽഡിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയുന്നു. ശരിയായ പ്രസ്താവനയാണ്. ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദി ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ. വളരെ ലോജിക്കലായുള്ള ചിന്താധാരകൾ അല്ലെങ്കിൽ ഓപ്പറേഷണൽ തോട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്നു. കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു, എല്ലാത്തിൻ്റെ ലോജിക്കുകളൊക്കെ മനസ്സിലാക്കുന്ന കാലഘട്ടം. അതേപോലെ ദിസ് മീൻസ് ദാറ്റ് ചിൽഡ്രൻ ക്യാൻ വർക്ക് തിങ്സ് ഔട്ട് internally in their head rather than the physically trying things out in their world. എന്താ പറഞ്ഞത്? That means children can work things out internally in their head. അതായത് ലോജിക്കലി ബ്രെയിൻ ഉപയോഗിച്ച് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോജിക്കൽ തിങ്കിങ് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് എന്ത്, നമ്മളുടെ ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും ഇഗോസെൻട്രിസം അങ്ങ് നിൽക്കുവാണ്. പക്ഷേ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ഇഗോസെൻട്രിക് തിങ്കിങ് സ്റ്റാർട്ട്സ് ടു ഡിമിനിഷ്, കുറയാൻ തുടങ്ങുന്നു. പൂർണ്ണമായിട്ടും പോയിട്ടില്ല, സ്റ്റാർട്ട്സ് ടു ഡിമിനിഷ്. അപ്പൊ ഇഗോസെൻട്രിസത്തിന്റെ അവസ്ഥ എന്താണ്? ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്നു. സ്റ്റാർട്ട് ടു ഡിമിനിഷ്, കുറയാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ റിവേഴ്സ് ആക്ഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഇറിവേഴ്സിബിലിറ്റി ആണ്. പക്ഷേ ഈ സ്റ്റേജിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിൽഡ്രൻ ലേൺസ് ടു റിവേഴ്സ് ആക്ഷൻ ബൈ ഡൂയിങ് ദ ഓപ്പോസിറ്റ്.
റിവേഴ്സ് ആക്ഷൻ ആ കുട്ടി പഠിക്കുന്ന ഒരു കാലഘട്ടം, അറിയാവുന്ന ഒരു കാലഘട്ടമാണ്. സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, അതേപോലെ ഓഫ് ചെയ്താൽ അത് കെട്ടുപോകും എന്നുള്ളത് കൃത്യമായിട്ട് ആ കുട്ടി മനസ്സിലാക്കുന്നു. അതേപോലെ ചിൽഡ്രൻ ക്യാൻ കൺസേർവ് നമ്പർ, മാസ് ആൻഡ് വെയിറ്റ്. ദ കൺസർവേഷൻ ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് സംതിങ് stays the same in quantity even though its appearance is changes. അതായത് കൺസർവേഷൻ ഓഫ് നമ്പർ, മാസ്, വെയിറ്റ് ഇതെല്ലാം മനസ്സിലാക്കുന്ന കാലഘട്ടം. അതായത് നമ്മൾ ഇപ്പോൾ ഇതിൽ താഴെയുള്ള സെൻസറി മറ്റേ നമ്മളുടെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജിലൊക്കെ നമുക്ക് ഇപ്പോൾ കുട്ടിയുടെ അടുത്ത് വാശി പിടിക്കുവാണ്. ഇപ്പോൾ ഒരു ജ്യൂസ്, എനിക്ക് നിറയെ ജ്യൂസ് വേണം, എനിക്ക് നിറയെ ജ്യൂസ് വേണം. ഒരു ചെറിയ ഗ്ലാസ്സിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പറയും, അയ്യോ എനിക്കിത് പറ്റില്ല, എനിക്കിത് മുഴുവൻ വേണേ എന്ന് പറഞ്ഞിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു മാർഗം ചെയ്യും. വേറൊരു വലിയൊരു ഗ്ലാസ് എടുത്തിട്ട് അത് തന്നെ ഒഴിച്ച് ആ ആദ്യം ഉണ്ടായ ക്വാണ്ടിറ്റി തന്നെ ആ വലിയ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. മണ്ടൻ അതൊന്ന് വാങ്ങി കുടിക്കും. കാരണം എന്താ വെച്ചാൽ അത് ഈ പറയുന്ന രീതിയിൽ അതേ വലിയ ഗ്ലാസ്സിലല്ലേ തന്നേക്കാം, കുറേ ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ ഈ പ്രായത്തിൽ, ഈ പ്രീ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് നമ്മുടെ തലക്കിട്ടെറിയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എനിക്ക് ഒഴിച്ച് തന്നേക്കുന്നത് എന്ന് തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവും. അതാണ് പറയുന്നത് ചിൽഡ്രൻ ക്യാൻ കൺസേർവ് ദ നമ്പർ, മാസ്, വെയിറ്റ്. ആ വെയിറ്റ്, അതിൻ്റെ മാസ്, അതെല്ലാം കൃത്യമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം. കാരണം കൺസർവേഷൻ ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് സംതിങ് സ്റ്റേസ് ദ സെയിം ഇൻ ക്വാണ്ടിറ്റി ഈവൻ ദോ ഇറ്റ്സ് അപ്പിയറൻസ് ഈസ് ചേഞ്ച്. അത് ആ ജ്യൂസ് സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്, എനിക്ക് തന്ന ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തന്നത് സെയിം ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് ആ കുട്ടിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കൺസർവേഷൻ, അപ്പോൾ ആ ഒരു കാലഘട്ടം കൺസർവേഷൻ ഓഫ് മാസ്, വെയിറ്റ് ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇഗോസെൻട്രിസം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതേപോലെ ക്ലാസിഫിക്കേഷൻ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏബിൾ ടു ക്ലാസിഫൈ അക്കോർഡിംഗ് ടു സെയിം നേച്ചർ. അതായത് ഒരേപോലെ ഉള്ളതിനെ ക്ലാസിഫൈ ചെയ്യാൻ, വർഗീകരിക്കാനായിട്ട് ഈ കുട്ടിക്ക് കഴിയുന്ന കാലഘട്ടം ക്ലാസിഫിക്കേഷൻ സാധ്യമാവുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് നേരത്തെ പറഞ്ഞ സെൻട്രേഷനാണ്. ഒരു സമയത്ത് ഒരേ ഒരു കാര്യം, പക്ഷെ ഇതിൽ ഡീസെൻട്രേഷനാണ്. അതായത് ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് ഒന്നുകൂടി വന്നം കടന്നിയെല്ലാം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്. അതിൻ്റെ പ്രായപരിധി 7 വയസ്സ് തുടങ്ങി 11 വയസ്സ് വരെയാണ്. ഈ കാലഘട്ടത്തിനെ, ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനെ അദ്ദേഹം പറയുന്നത് ടേണിംഗ് പോയിന്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ടേണിംഗ് പോയിന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗോസെൻട്രിസം ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടം, സ്റ്റാർട്ട് ടു ഡിമിനിഷ്. അതേപോലെ റിവേഴ്സ് ആക്ഷൻ കുട്ടി മനസ്സിലാക്കുന്ന കാലഘട്ടം. അതേപോലെ കൺസർവേഷൻ ഓഫ് മാസ്, വെയിറ്റ്, അളവ്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുട്ടി മനസ്സിലാക്കുന്ന കാലഘട്ടം. അതേപോലെ ഓരോ ഒബ്ജക്റ്റിനെയും ക്ലാസിഫൈ ചെയ്യാനായിട്ട് ക്ലാസിഫിക്കേഷൻ. അതേപോലെ ഡീസെൻട്രേഷൻ, ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തപരമായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ആ കുട്ടിയുടെ മാനസികാവസ്ഥ. അതേപോലെ ഈ കാലഘട്ടം വളരെയേറെ ടേണിംഗ് പോയിന്റ് ആണ് ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനാണ് എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷണൽ തോട്ടുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന പീക്ക് പോയിന്റിലാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടി വളരുവാണ്, കുട്ടി അടുത്ത സ്റ്റേജിലേക്ക് കടന്നു. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. നാലാമത്തെ കാലഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. വയസ്സ് ഇവിടെ അവസാനിച്ചത് 11 വയസ്സാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 വയസ്സ്. അപ്പൊ 11 ഇയേഴ്സ്, എബവ് 11 ഇയേഴ്സ് ആണ് ഈ പറയുന്ന ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ. അപ്പോൾ ദിസ് ഈസ് ദ മോസ്റ്റ് അനാലിറ്റിക്കൽ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇതാണ് മോസ്റ്റ് അനാലിറ്റിക്കൽ സ്റ്റേജ്
ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് മോസ്റ്റ് അനലിറ്റിക്കൽ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പീപ്പിൾ ഡെവലപ്പ് ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ് ആൻഡ് ലോജിക്കലി ടെസ്റ്റ് ഹൈപ്പോത്തിസിസ്. വളരെ ലോജിക്കലി ആയിട്ട് തിങ്ക് ചെയ്യാനും അതേപോലെ വളരെയേറെ അബ്സ്ട്രാക്റ്റ് ആയുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും വളരെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. അതാണ് പല കാര്യങ്ങളും വളരെ അനലൈസ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതാണ് അനലിറ്റിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് വെച്ചാൽ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അതേപോലെ റീസണിങ് ഡെവലപ്പ് ചെയ്യുന്ന പീരീഡാണ്. റീസണിങ് അപ്പൊ കാരണം കൊണ്ട് തന്നെയാണ് ഇതിനെ അനലിറ്റിക്കൽ സ്റ്റേജ് ആണ് എന്ന് പറയുന്നത്. അസേർഷൻ റീസൺ എന്താ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ സ്റ്റേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ റീസണിങ് സാധ്യമാകുന്നുണ്ട്. അവിടെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി നടക്കുന്ന ഒരു പീരീഡ് കൂടിയാണ്. അതേപോലെ കുട്ടി കൂടുതലായിട്ടും അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റുകളെ പറ്റിയും ലോജിക്കൽ ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ആ എല്ലാ കാര്യങ്ങളും വളരെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് ആണ് കുട്ടി കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ലാസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പിയാഷെയുടെ തിയറിയിലെ 4 കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പിയാഷെ പറയുന്ന ജീൻ പിയാഷെ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ തിയറിയാണ് നമ്മൾ പഠിച്ചത്. അതായത് ആ തിയറിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കം ഞാൻ അങ്ങ് പറയുവാണ്. അതായത് ഒന്നുമില്ല, ജീൻ പിയാഷെ എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫാദറായിട്ട് ഇദ്ദേഹം അറിയപ്പെടുന്നു. കുട്ടികളുടെ ഡെവലപ്മെൻറ്റുകൾ ചൈൽഡ് ഡെവലപ്മെൻറ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഇടപെട്ട ആളാണ്. അദ്ദേഹം പറയുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ തിയറി ഓഫ് നോളജ് എന്നെല്ലാം പറഞ്ഞാലും ഈ ഒറ്റ തിയറിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തിയറി ഒരു സ്റ്റെയർ കേസ് മോഡലാണ്. അതായത് ഒരു സംഭവം പോലും സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകണം. അതായത് ഇത് ഒരു സ്റ്റെപ്പ്, ഇത് അടുത്ത സ്റ്റെപ്പ്, ഇത് ഒരാൾക്ക് ഒരു സ്റ്റേജ് തരണം ചെയ്യുക. അതായത് ഈ സെൻസറി മോട്ടോർ സ്റ്റേജിൽ നിന്ന് നേരെ ഈ പറയുന്ന രീതിയിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തീർത്തും ആര് പറയുന്നു? ജീൻ പിയാഷെ പറയുന്നു. അപ്പോൾ ഒരു സ്റ്റെയർ കേസ് മോഡലാണ് അദ്ദേഹത്തിൻ്റെ തിയറി. സ്റ്റേജ് തിയറിയാണ്. നമ്മൾ പഠിച്ചു 2 തരത്തിലുള്ള തിയറികൾ ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെ തിയറികളാണ് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. 2 തരത്തിലുള്ള തിയറികൾ ഏതൊക്കെയാ? പേഴ്സണാലിറ്റി തിയറികൾ 2 തരത്തിലുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഓർമ്മയുണ്ടോ? ഇന്നലത്തെ ക്ലാസ് ആരും കേട്ടില്ലേ? എന്ന് പറഞ്ഞേ, പഠിച്ചില്ലേ ഇന്നലത്തെ ക്ലാസ്? 2 തരത്തിലുള്ള തിയറികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സ്റ്റേജ് തിയറിയും പിന്നെ ഏതാ? ഞാൻ മറന്നുപോയല്ലോ. ഓർമ്മയുണ്ടോ? ഏതാ സ്റ്റേജ് തിയറി? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാമോ? അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കേട്ടിട്ട് വിടാതിരിക്കുന്നതാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ട്രേറ്റ് തിയറി. വെരി ഗുഡ്. അപ്പോൾ ട്രേറ്റ് തിയറി ഉണ്ട്, സ്റ്റേജ് തിയറി ഉണ്ട്. ട്രേറ്റ്, സ്റ്റേജ്. നമ്മളുടെ പിയാഷെയുടെ തിയറി സ്റ്റേജ് തിയറികളാണ്. അതായത് പറയുന്ന പ്രീ ഓപ്പറേഷണൽ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, പല സ്റ്റേജുകളിൽ കൂടി കടന്നു വരുന്ന തിയറിയാണ് ഈ ജീൻ പിയാഷെയുടെ തിയറി. അപ്പോൾ അദ്ദേഹം പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നത് ഇങ്ങനെയുള്ള ഘട്ടമായുള്ള വികസനത്തിലൂടെയാണ്. അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ വികസന ഘട്ടങ്ങളാണ് ഓരോ കുട്ടിയിലും ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. ആ വികസന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസിലാണ് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. വേറെ ഒരു കാര്യം പറഞ്ഞാലും ആ കുട്ടിക്ക് മനസ്സിലാകാത്ത ഒരു കാലഘട്ടമാണ് ആ സെൻസ് ഓർഗൻ. അവിടെയാണ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആ കുട്ടിയുടെ ഗ്രോത്ത്, ഫിസിക്കലായിട്ടുള്ള ആ കുട്ടിയുടെ വളർച്ച കൂടുതലായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ആ സമയത്ത് ആ കുട്ടി ഇഗോസെൻട്രിസം ആയിരിക്കും. പക്ഷെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന സംഭവം, സെൻസറി മോട്ടോർ സ്റ്റേജ്.
ദെൻ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു, പ്രീ ഓപ്പറേഷൻ. അപ്പം 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനെ വീണ്ടും രണ്ടായിട്ട് പ്രീ കോൺസെപ്ച്വൽ ഏജ് എന്നും ഇൻറ്റ്യൂട്ടീവ് ഏജ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചു. അതിൽ ഇൻറ്റ്യൂട്ടീവ് ഏജിലാണ് ക്യൂരിയസ് ആയിട്ടുള്ള അറ്റ് ദ ഏജ് ഓഫ് 4 ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടി ചോദിക്കുന്നത്. അതിൽ പ്രീ കോൺസെപ്ച്വൽ ഏജിൽ ഈ പറയുന്ന സിംബോളിക് എക്സ്പ്രഷൻസുകൾ, അതേപോലെ സെൻട്രേഷൻ, ഒരേ സമയത്ത് ഒരേ കാര്യങ്ങളിൽ തന്നെ മാത്രമാണ് ആ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ അനിമിസം, ഇറിവേഴ്സിബിലിറ്റി, ആർട്ടിഫിഷ്യലൈസ്, ഇതെല്ലാം കാണിക്കുന്ന കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എന്താ പറഞ്ഞത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 7 വയസ്സ് തുടങ്ങി 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം അവിടെ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷണൽ തോട്ടിന്റെ വികസനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇഗോസെൻട്രിസം എന്ന് പറയുന്ന ആസ്പെക്ട് അവിടെ ഡിമിനിഷ് ചെയ്ത് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ അത് റിവേഴ്സ് ആക്ഷൻ അവിടെ ഉണ്ട്, കൺസർവേഷൻ ആസ്പെക്റ്റ് ഉണ്ട്, അതായത് അളവ് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു, സാധനങ്ങളെയും ഒക്കെ വർഗീകരിക്കാനായിട്ട്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നു. അതേപോലെ സെൻട്രേഷനിൽ നിന്ന് മാറി ഡീസെൻട്രേഷനിലേക്ക് കുട്ടിയെത്തുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അവിടെയാണ് മോസ്റ്റ് അനലറ്റിക്കൽ സ്റ്റേജ് ആണ്. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആ കാലഘട്ടത്തിൽ, റീസണിങ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നത് 3 കാര്യങ്ങളിലൂടെ നടക്കുമ്പോഴാണ്. അതാണ് ഈ തിയറിയുടെ ഘടന എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് എല്ലാം ഒരു തിയറി തന്നെയാണ്, ഒരു തിയറിയുടെ ഭാഗമാണ് ഈ പറഞ്ഞതെല്ലാം, അല്ലാതെ ഓരോന്നും ഓരോ തിയറി അല്ല കേട്ടോ. അതായത് അത് ഈ പറയുന്നതിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്ന ഘടനയാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. എന്ത് ഘടന? അതായത് ആദ്യം തന്നെ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, പിന്നെ രണ്ടാമത് ആ സ്ട്രക്ചർ വെച്ചിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, എന്നിട്ടാണ് ഈ ഡെവലപ്മെന്റ് സാധ്യമാകുന്നത്. മൂന്നാമത്തെ ഘട്ടം ആ ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്ന പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും എല്ലാവരിലും എന്തുണ്ട്, കുറേ കുഞ്ഞു അറിവുകളുണ്ട്. ആ അറിവുകൾ ആ കുട്ടിയിൽ പറഞ്ഞ കാര്യം ചുരുക്കി പറയുവാണ്. ആ അറിവുകൾ കുഞ്ഞിന് അമ്മയിൽ നിന്ന് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് വഴി അല്ലെങ്കിൽ ബയോളജിക്കൽ മെച്ചുറേഷൻ വഴി ആ കുട്ടിക്ക് കിട്ടുന്നു. പിന്നെ എൻവിയോൺമെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ എൻവിയോൺമെന്റിൽ നിന്ന് കുറേ കുഞ്ഞു അറിവുകൾ കിട്ടുന്നു. ഈ കുഞ്ഞു അറിവുകളുടെ കൂമ്പാരത്തിന് വിളിക്കുന്ന പേരാണ് സ്കീമ. ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോരോ സ്കീമുകൾ ആ കുട്ടിക്കുണ്ട്. ബേർഡിനൊരു സ്കീമ, ക്യാറ്റിനൊരു സ്കീമ, റാറ്റിനൊരു സ്കീമ, ബുക്കിനൊരു സ്കീമ, അങ്ങനെ എന്ത് കാര്യത്തിനും ഇങ്ങനെയുള്ള കുഞ്ഞു സ്കീമുകൾ ആ കുട്ടിയുടെ തലച്ചോറിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ അറിവുകൾ വെച്ചിട്ട് ആ കുട്ടി കാര്യങ്ങളെല്ലാം കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള അറിവുകൾ വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടി പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് ബുദ്ധിയുടെ കോഗ്നിറ്റീവിൻ്റെ ഇരിപ്പിടം, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് നോളജ് എന്നൊക്കെ പറയുന്നത് ഈ സ്കീമയാണ്. അത് മനസ്സിലായി. ഇനി ഈ സ്കീമ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ സ്കീമ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രോസസ്സാണ് ഫങ്ഷനിങ്ങിൽ വരുന്നത്. ആ പ്രോസസ്സിൽ അഡാപ്റ്റേഷൻ പ്രോസസ്സ് എന്ന് നമ്മൾ പൊതുവായിട്ട് അതിനെ പറയും. അതായത് ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രക്രിയ. ആ പ്രക്രിയ സാധ്യമാകുന്നത് 3 പ്രോസസ്സിലൂടെയാണ്. അസിമിലേഷൻ നടക്കണം, അതേപോലെ തന്നെ അക്കോമഡേഷൻ നടക്കണം, അതേപോലെ ഇക്വിലിബ്രേഷൻ നടക്കണം. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ടൈനി സ്കീമുകൾ തമ്പുരാൻ കൊടുത്തതും എൻവിയോൺമെന്റിൽ നിന്ന് മേടിച്ചത് എല്ലാം നമ്മൾ അസിമിലേറ്റ് ചെയ്ത് വെക്കുവാണ്. നമുക്ക് കിട്ടുന്ന അറിവുകൾ, അതായത് ആ അറിവുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ അതേപോലുള്ളൊരു രൂപം കാണുമ്പോൾ നമ്മൾ അങ്ങ് പറയുവാണ്. അതാണ് അസിമിലേഷൻ. ആ എക്സിസ്റ്റിംഗ് സ്കീമ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറൊരു അതേപോലൊരു സാധനം കാണുമ്പോൾ അതുമായിട്ടൊരു ലിങ്ക് ചെയ്തുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണ് അസിമിലേഷൻ. അപ്പോൾ അസിമിലേഷനിൽ നമ്മളിലുള്ള ഈ സ്കീമുകൾ ഇങ്ങനെ വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ ആ സ്കീമ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു കാര്യം നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ഇനി അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റ് വരുമ്പോൾ നമ്മളുടെ കൂടെ ഉള്ളവരത് തിരുത്തി തരുമ്പോൾ പുതിയൊരു അറിവ് വരുന്നു. ആ പുതിയൊരു അറിവിനെ നമ്മൾ ആവാഹിച്ച് നമ്മുടെ തലയിൽ കയറ്റണം. അതാണ് അക്കോമഡേഷൻ. അങ്ങനെ അക്കോമഡേഷനിലാകുമ്പോൾ, അപ്പോൾ ആദ്യം ഒരു അറിവുണ്ടായത്
നമ്മൾ നമ്മളപ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്, ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോഴാണ് അത് തെറ്റാണെന്ന് നമ്മുടെ സഹപ്രവർത്തകർ പറയുമ്പോൾ നമ്മളുടെ ഇക്വിലിബ്രിയം തകരാറിലായി, നമ്മൾ ഡിസിക്വിലിബ്രിയത്തിലായി. ആ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഈ പുതിയ അറിവ്, കിട്ടിയ അറിവ് അക്കോമഡേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ക്ലിയർ ആകും. എന്നിട്ട് വീണ്ടും ഇതെന്ത് ചെയ്യുവാണ്? അസിമിലേറ്റ് ചെയ്ത് ഇത് വീണ്ടും ഒരു അറിവായിട്ട് അവിടെ വന്ന് നിൽക്കുവാണ്. എൻവയോൺമെൻറ്റ് വഴി നമുക്ക് കിട്ടിയൊരു അറിവായിട്ട് നിൽക്കുവാണ്. പിന്നെ അതുപോലുള്ള കാണുമ്പോൾ, പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുമ്പോഴാണ് ഇക്വിലിബ്രിയം തകരാറിലാകുന്നത്. എന്നിട്ട് അടുത്തതാണ് ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളുടെ ചാക്രികമായിട്ടുള്ള ഈ പ്രവർത്തനം, ഈ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കോഗ്നിഷൻ, നമ്മുടെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നേ. അപ്പോൾ അതാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഫോഴ്സാണ് എന്ന് പറയുന്നത്. നമ്മളിലുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കാനായിട്ടുള്ള ഒരു ഫോഴ്സായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? ഇക്വിലിബ്രേഷൻ. കാരണം എന്താ? ഇറ്റ് ഈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ദ അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. അറിയാതെ വരുമ്പോൾ പുതിയ അറിവ് ശേഖരിക്കുന്നു, ആ പുതിയ അറിവ് വീണ്ടും നമ്മുടെ തലയിലേക്ക് കയറുന്നു, വീണ്ടും പുതിയത് കാണുമ്പോൾ വീണ്ടും അക്കോമഡേറ്റ് ചെയ്യുന്നു, വീണ്ടും തലയിലേക്ക് അസിമിലേറ്റ് ചെയ്യുന്നു. ഈ സംഭവം ഇങ്ങനെ, അപ്പോൾ അതൊരു ബാലൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത് ഇത് ഫോഴ്സാണ്. എന്തിനു വേണ്ടിയുള്ള നമ്മുടെ ഇങ്ങനെ ഈ പ്രവൃത്തി നടന്നുകൊണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുവാണ്, ബുദ്ധിപരമായിട്ടുള്ള വികാസം നടക്കുവാണ്. ശരിയല്ലേ? അതാണ് ജീൻ പിയാഷെ പറഞ്ഞത്. മനസ്സിലായെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഒന്ന് പറഞ്ഞേ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് മനസ്സിൽ കൂട്ടി വെച്ചിട്ട് നമുക്ക് മനസ്സിലാകാതെ ഒന്നും പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ പറഞ്ഞു തരാം. കാരണം നമുക്കിത് ഒരു മുതൽക്കൂട്ടായിട്ട് പോകേണ്ടതാണ്. ഇത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും നമ്മൾ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ആണെങ്കിൽ ഈ സംഭവമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ജീൻ പിയാഷെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെയൊരു പ്രവൃത്തിയാണോ ഈ നടക്കുന്നതെന്ന് ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഭൂരിഭാഗം പേരും എന്നുള്ളതാണ് ഞാൻ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നു അപ്പം പഠിച്ചു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കും കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിലെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അല്ലാതെ ഒരു നമ്മുടെ കോളേജുകളിലൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതെന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് എടുത്തങ്ങ് പോവുകയാണ്. മനസ്സിലായോ? എന്ന് പറയുന്നത് നമുക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഏത് എക്സാം വന്നാലും പിയാഷെ ഇല്ലാത്ത എക്സാം ഇല്ല, ഏത് സിലബസ് എടുത്താലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാകാതെ പോകരുത്. അത് നിങ്ങളുടെ റൈറ്റാണ്. ആ റൈറ്റ് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. നിങ്ങളുടെ അവകാശം ചോദിച്ച് വാങ്ങിച്ച്, എത്ര തവണയെങ്കിലും ചോദിച്ച് വാങ്ങിച്ചത് പഠിച്ചിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പിയാഷെയുടെ തിയറി ഇവിടെ കഴിഞ്ഞു ഇരിക്കുവാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത തിയറിയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് അത് പെൻഡിങ് ഒന്നും വെക്കാതെ പരമാവധി രാത്രി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ അത് വീണ്ടും ഒന്ന് കാണാനായിട്ട്, പെട്ടെന്ന് തന്നെ കാണാനായിട്ടുള്ള അവസരം കിട്ടുന്നുണ്ട്. പിന്നെ ചില കേസുകളിൽ മാത്രം ഇപ്പോൾ 2-3 ദിവസമായിട്ടെല്ലാം ഈ 12 മണിക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. നെറ്റ് സ്പീഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി എടുക്കുക. പിന്നെ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആക്റ്റാണ് നമുക്ക് ഈ സൺഡേ നമ്മുടെ എക്സാം ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ആ ഭാഗം, ആ പോർഷൻ എന്തായാലും ഞാൻ നോട്ടൊക്കെ തന്നതാണ്. ട്രാൻസ്ജെൻഡർ ക്ലാസ് കണ്ട് ആ നോട്ടും പഠിച്ച് കൃത്യമാക്കി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അപ്പോൾ സൺഡേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. സൺഡേ തന്നെ ചെയ്യണ്ട, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ ചെയ്യുക. അതായത് മാക്സിമം ഒരു വെനസ്ഡേക്കുള്ളിലായിട്ട് അത് ചെയ്തിടുക നിർബന്ധമായിട്ട്. അത് ആ ഒരു ടൈം ഫ്രെയിം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സൺഡേ ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ ഇടാം. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യം എപ്പോഴാണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മൺഡേ ആണ് സൗകര്യമെങ്കിൽ, അതായത് ഒരിക്കലും ഇങ്ങനൊരു കോമയിട്ട് നിന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യരുത്. നിങ്ങൾ സമാധാനത്തിൽ ഒരു എക്സാം എഴുതുന്ന അതേ മാതൃകയിൽ നിന്ന് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ തയ്യാറാകുന്നവർ മാത്രം എഴുതുക. അല്ലാതെ വെറുതെ എനിക്ക് വേണ്ടിയിട്ട് ആരും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണ്ട. നിങ്ങൾ അത് ഒരു
ഒരു തപസ്യയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് ചെയ്യും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ടോപ്പിക്ക് മറന്നു പോകേണ്ട, ട്രാൻസ്ജെൻഡേഴ്സ് പോളിസി, ആ ട്രാൻസ്ജെൻഡേഴ്സ് ആക്റ്റാണ് നമ്മൾ നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഠിക്കുക. അപ്പോൾ നമ്മൾ സമയമൊക്കെ വൈകി എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ തന്നെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് തന്നെ പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവർക്കും ദീർഘായുസ്സും സൗഖ്യവും സമാധാനവും എല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. അതേപോലെ ഒരു ഓർമ്മപ്പെടുത്താനുള്ളത്, ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി പഠിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് ഉണർത്തുവാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു. ആ വീഡിയോ കാണുക. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് വേറെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളാണ് എൻ്റെ ശക്തി, നിങ്ങളാണ് മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്കും, കാരണം ഒത്തിരി അറിയാത്ത ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ട് അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇങ്ങനൊരു ക്ലാസ് നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് ഒന്ന് ആക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി ഉണർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ.